السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. رب زدنا علما. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله. നമ്മൾ അഖീദ ഫൗണ്ടേഷൻ കോഴ്സിൻ്റെ അവസാനത്തെ മൊഡ്യൂളാണ്. ഇൻഷാല്ലാ ഇന്നത്തോടുകൂടി ഈ മൊഡ്യൂൾ കവർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കോഴ്സ് ഇവിടെ കഴിയാണ് ഇൻഷാല്ലാ. ഈ ഒരു മൊഡ്യൂളുള്ള വിഷയം എന്ന് പറയുന്നത് ഗ്രേവ് വർഷിപ്പ്, അതായത് ഖബർ ആരാധന. നമുക്കിതിനകത്ത് കാണാനുള്ള വിഷയങ്ങൾ മെയിനായിട്ട് ഖബർ ആരാധന, മരിച്ചവരോടുള്ള പ്രാർത്ഥനകൾ, മതത്തിന്റെ പരിണാമ മാതൃക, അതായത് ദീൻ ഏകദൈവ വിശ്വാസത്തിൽ നിന്ന് ഇപ്പോൾ ഉള്ള ബഹുദൈവ വിശ്വാസങ്ങളിലേക്ക് എത്തിയത്, അത് ഇസ്ലാമിക കാഴ്ചപ്പാടിലും സെക്യുലർ, അതായത് പുറത്തുള്ള ശാസ്ത്രലോകത്തിന്റെ അല്ലെങ്കിൽ പരിണാമ സിദ്ധാന്ത ഉള്ള ആൾക്കാരുടെ കാഴ്ചപ്പാടിലും എങ്ങനെയാണ് മതം ഇങ്ങനെ ഇവോൾവ് ചെയ്ത് വന്നതെന്നുള്ളത്, ഷിർക്കിന്റെ ആരംഭം, എവിടെയാണ് ഷിർക്ക് തുടങ്ങിയത്, അതുമായിട്ട് ബന്ധപ്പെട്ട് സദ്വൃത്തരെ അമിതമായി പ്രശംസിക്കുക എന്നുള്ള ആ ഒരു കാര്യം, ഖബറിന്റെ നിയന്ത്രണങ്ങൾ, ഖബറിനെ ആരാധനാലയങ്ങളാക്കി മാറ്റല്, പിന്നെ ഖബറുകളുള്ള മസ്ജിദുകൾ, അതിനകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദ് നബവിയുടെ കാര്യം കൂടെ നമുക്ക് കാണാം. എങ്ങനെയാണ് അവിടെ ഇബാദത്തിന്റെ എങ്ങനെയാണ് നമ്മൾ നോക്കി കാണേണ്ടത് എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് കുറച്ച് ഡീറ്റെയിൽ ആണ്, കുറെ വിഷയങ്ങളുണ്ട്, ഭയങ്കര ആഴമുള്ള വിഷയങ്ങളാണ്. ശ്രദ്ധിച്ചിരിക്കുക. ഒന്നും കൂടെ കേൾക്കേണ്ടി വരും എന്തായാലും ഇൻഷാ അല്ലാഹ്. നമുക്ക് ഈ ആഴ്ച പെട്ടെന്ന് എക്സാമും ഉണ്ടാവും. റംസാനിന് മുമ്പ് ഈ മൊഡ്യൂളിന്റെയും തൊട്ട് മുമ്പുള്ള മൊഡ്യൂളിന്റെയും എക്സാം തീർക്കേണ്ടത് കൊണ്ട് വ്യാഴോ വെള്ളിയോ ആയിട്ട് എക്സാം ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് ഞാൻ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പം ഖബർ ആരാധന എന്ന് പറയുമ്പോൾ നമ്മുടെ മനുഷ്യന്മാരുടെ ചരിത്രം എടുത്തു നോക്കുമ്പോൾ പണ്ട് മുതലേ ഈ മരിച്ചവരെ ഒരു പ്രത്യേക രീതിയിൽ ബഹുമാനിക്കുകയും അല്ലെ, അവർക്ക് വേണ്ടി പ്രത്യേക ആചാരങ്ങൾ നടത്തുകയും പിന്നെ അവരുടെ ഖബറിടങ്ങളെ കെട്ടിപ്പൊക്കി അവരുടെ ഖബറുകളെ ഡെക്കറേറ്റ് ചെയ്ത് അല്ലെ, സ്പെഷ്യലായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് അവിടെ പല പേരുകളിൽ അല്ലെ, ഓരോ നാട്ടിൽ ഓരോ പേരുകളാണ്, നേർച്ചകളും ഉറൂസുകളും പല രീതിയിലുള്ള ഉത്സവങ്ങളും ആഘോഷങ്ങളും ഒക്കെ നടത്തുന്ന ആ ഒരു സിസ്റ്റം പണ്ട് മുതലേ ഉണ്ട്. ഇത് ദീനിൽ ഒരുപാട് കൺഫ്യൂഷനും വഴികേടിനും വഴിവെച്ചിട്ടുള്ള ഒരു കാര്യം കൂടെയാണ്. മറ്റു പല കാര്യങ്ങളെയും പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായിട്ട് ഖബറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആരാധനകൾ എപ്പോഴും കൺഫ്യൂഷനും ഹിദായത്തിൽ നിന്നുള്ള വഴികേടിനും കാരണമായിട്ടുള്ള ഒരു കാര്യം കൂടെയാണ്. ഇത് അത്രയും പണ്ട് മുതലേ ഉള്ളത് കൊണ്ട് തന്നെ വലിയൊരു വിഭാഗം ജനങ്ങൾ ഇതിനകത്തേക്ക് ഉണ്ട് താനും. ഖബർ ആരാധനയും ഏതെങ്കിലും ഒരു രീതിയിൽ, ഏതൊക്കെ രീതിയിലാണെന്നൊക്കെ നമുക്ക് കാണാം, ഏതെങ്കിലും ഒരു രീതിയിൽ ഖബർ ആരാധനയുമായിട്ട് ഇൻവോൾവ് ആണ് മെജോറിറ്റി ആൾക്കാരും. സുബ്ഹാനല്ലാഹ്. ചൈനീസിന്റെ ഒരു മതം എടുത്തു നോക്കുമ്പോൾ ഏകദേശം ലോക ജനസംഖ്യയുടെ 1/3 എന്ന് പറയുന്നത് ചൈനീസ് ആണ് അല്ലെ. അവരുടെ മെയിൻ വിശ്വാസം എന്ന് പറയുന്നത് ആൻസസ്റ്റർ വർഷിപ്പാണ്, അതായത് അവരുടെ പൂർവികന്മാരോടുള്ള ആരാധന. അവർക്ക് എന്തെങ്കിലും കാര്യം വേണമെങ്കിൽ അവരുടെ പൂർവികന്മാരോട് ചോദിക്കും. പൂർവികന്മാരോട് ചോദിക്കാന്ന് പറയുമ്പോൾ സ്വാഭാവികമായും മരിച്ചു മണ്ണ് പറഞ്ഞു പോയവരുടെ അടുത്ത് ചോദിക്കുന്നതാണ് അല്ലെ. അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ ഒരു റിലീജിയസ് ആചാരങ്ങളൊക്കെ എപ്പോഴും ഖബറുമായിട്ട് അല്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കല്ലറകളുമായിട്ട് കണക്റ്റഡ് ആണ്. ഏതെങ്കിലും രീതിയിൽ അവരുടെ പൂർവികന്മാരെ ആരാധിക്കുന്നതുമായിട്ട് കണക്റ്റഡ് ആണ്. ഇനി ഹിന്ദുക്കളുടെ ഇടയിൽ, ബുദ്ധന്മാരുടെ ഇടയിൽ, ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഒക്കെ അവരുടെ കല്ലറകള് പിന്നീട് എന്തെങ്കിലും ഒരു രീതിയിൽ ഷ്രൈൻസിലെ ആരാധനയ്ക്ക് വേണ്ടിയിട്ട് കെട്ടിപ്പൊക്കിയിട്ടുള്ള ആരാധനാലയങ്ങളാക്കി മാറ്റുകയും അവിടെ വെച്ച് പലതരത്തിലുള്ള പ്രാർത്ഥനകളും ബലികർമ്മങ്ങളും ഈവൻ തീർത്ഥാടനങ്ങളും വളരെ ലാർജ് സ്കെയിലിൽ തന്നെ നടക്കുന്നുണ്ട്. അപ്പൊ നമ്മളെ ചുറ്റുപാടും തന്നെ നമുക്ക് അങ്ങനത്തെ ഫേമസ് ആയിട്ടുള്ള ഇഷ്ടംപോലെ സ്ഥലങ്ങൾ ഓരോ ജില്ല, കേരളത്തിൽ തന്നെ ഓരോ ജില്ല എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഉള്ളതായിട്ട് നമുക്കറിയാം അല്ലെ. ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യനും ഒക്കെ അങ്ങനത്തെ സംഭവങ്ങൾ ഉള്ളതായിട്ട് അറിയാം. പോകെ ഇസ്ലാമിലും നമുക്കറിയാം, നമ്മൾ മുമ്പ് പല സാഹചര്യങ്ങളിലും പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഓരോ ഖുലഫാ റാഷിദീങ്ങളുടെ ശേഷം വന്ന ഖലീഫമാര് ആദ്യത്തെ
ആ ഒരു വിഭാഗം കഴിഞ്ഞതിന് ശേഷം പിന്നെ അവരും മെല്ലെ മെല്ലെ മെയിൻ സ്ട്രീം തൗഹീദിൽ നിന്ന് മാറി ഇസ്ലാമിന്റെ ബേസിക് ആയിട്ടുള്ള തൗഹീദ് ആയിട്ടുള്ള ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് എന്നൊക്കെ മാറി വിശ്വാസത്തിൽ നിന്ന് മാറി ചെറിയ തോതിൽ ബഹുദൈവ വിശ്വാസത്തിലേക്ക് വ്യതിചലിക്കുകയും പിന്നീട് അവരുടെ ചുറ്റുപാടുമുള്ള ആ മുസ്ലിം രാജ്യങ്ങളിലേക്ക് ദീൻ പ്രചരിപ്പിക്കുമ്പം അവരിൽ നിന്ന് വന്നിട്ടുള്ള പല ഷിർക്കി പ്രാക്ടീസസും അതിനെ എന്താ പറയാ ഷിർക്കി ആയിട്ടുള്ള ആചാരങ്ങളെ അനുകരിക്കുകയും എന്നിട്ട് ഇസ്ലാമിലും അത് ഇങ്ങനെ കടന്നുകൂടിയതായിട്ട് നമുക്കറിയാം. അലി റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ അല്ലെ ഖബർ വലിയ സ്ട്രക്ചറായിട്ട് പൊക്കുകയും അല്ലെ അതിന് ആരാധിക്കുകയും അതിന്റെ പേരിൽ ഒരു വിഭാഗം തന്നെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇമാം അബു ഹനീഫ, ഇമാം ഷാഫി പോലെയുള്ള അവരൊക്കെ ആ കാലത്തെ വളരെ എന്താ പറയാ പ്രമുഖരായിട്ടുള്ള ഫിഖ്ഹിന് വേണ്ടിയിട്ട് ഓരോ മദ്ഹബുകൾ അവരുടെ പേരിൽ മദ്ഹബുകൾ തന്നെ ഉണ്ടായിട്ടുള്ള ആളുകളെ ശരിയായ രീതിയിൽ ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടക്കി കൊണ്ടുവരാൻ വേണ്ടി പ്രയത്നിച്ച ആൾക്കാരാണ് ഇവരൊക്കെ. അവരുടെ പേരുകളിലും ഈ പറഞ്ഞ പോലെ മക്ബറകളൊക്കെ ഉണ്ടാവുകയും അതിനൊക്കെ ഇപ്പോഴും ആരാധിച്ചുകൊണ്ടിരിക്കുകയും അവിടെയൊക്കെ പലതരത്തിലുള്ള ആരാധന കാര്യങ്ങൾ നടക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. പിന്നെ സൂഫികളുടെ കാര്യം പറയുമ്പോൾ അവരുടെ പ്രത്യേകം അല്ലെ വിശുദ്ധന്മാര് നമ്മൾ കഴിഞ്ഞ 1-2 മൊഡ്യൂളുകൾ അതിനെ കുറിച്ചൊക്കെ സൂചനകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം പല പേരുകളിലുള്ള ഇപ്പൊ ജുനൈദ്, അബ്ദുൽ ഖാദർ ജീലാനി പോലെയുള്ള അവരിലുള്ള വിശുദ്ധന്മാരെയും ഈ പറഞ്ഞ പോലെ മരിച്ചതിന് ശേഷം അവരുടെ മക്ബറകളൊക്കെ പണിതും പൊക്കിയും ഒക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. സുബ്ഹാനല്ലാഹ്. പിന്നീട് കുറെ കാലം കഴിഞ്ഞപ്പോൾ ഈവൻ ഇതുപോലെ എന്താ പറയാ എന്താണ് നല്ല അബിദുകളായിട്ട് അല്ലെങ്കിൽ ഇബാദത്ത് ചെയ്യുന്ന അല്ലെങ്കിൽ മതപരമായിട്ടുള്ള നേതാക്കന്മാർക്ക് അപ്പുറത്തേക്ക് സോഷ്യൽ മൂവ്മെന്റിന്റെ നേതാക്കന്മാരുടെ പോലും മക്ബറകൾ ഇപ്പം പാകിസ്ഥാന്റെ ഫൗണ്ടറായ മുഹമ്മദ് അലി ജിന്ന അദ്ദേഹത്തിന്റെ പോലും മക്ബറകളൊക്കെ പൊക്കിക്കെട്ടി. അതേപോലെ സുഡാന്റെ മഹ്ദി എന്നറിയപ്പെടുന്ന മുഹമ്മദ് അഹമ്മദ് അദ്ദേഹത്തിൻ്റെതും ഒക്കെ സുബ്ഹാനല്ലാഹ് ഇങ്ങനെ മക്ബറകളൊക്കെ അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ തെറ്റായ വിശ്വാസങ്ങളും ആചാരങ്ങളും അത് ലോകം മുഴുവനും ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിന്റെ പിന്നിലെ ആളുകളും ഇഷ്ടം പോലെയുണ്ട്. സുബ്ഹാനല്ലാഹ്. പല മുസ്ലിം ആയിട്ടുള്ള പല ആളുകളും അല്ലെ നമുക്ക് ചുറ്റുപാടുമുള്ള പല ആളുകളും ഒക്കെ ഒരുപാട് ദൂരത്ത് യാത്ര ചെയ്തിട്ട് ഇതുപോലെ മക്ബറകളെ കാണാൻ വേണ്ടി പോവുകയും അവിടെ ചെന്നിട്ട് പലതരത്തിലുള്ള അവര് എന്താണ് ഇസ്ലാമികമായിട്ടുള്ള കർമ്മം എന്ന് വിശ്വസിക്കുന്ന പല കർമ്മങ്ങളും ചെയ്യും. ഈവൻ ഇത്തരത്തിലുള്ള മക്ബറകൾക്ക് ചുറ്റും ത്വവാഫ് ചെയ്യുകയും ചെയ്യുന്ന കാര്യങ്ങൾ പോലും നമ്മുടെ ചുറ്റുപാടും നടക്കുന്നുണ്ട്. നമ്മളിതൊന്നും കാണണ്ട അറിയണ്ടെന്ന് വെച്ച് കണ്ണടച്ച് വെച്ചത് കൊണ്ട് ഉള്ള സത്യമല്ലാതെ ആവുന്നില്ല എന്ന് മാത്രമല്ല നമ്മളുടെ മേലുള്ള ഉത്തരവാദിത്വം അല്ലാതെ ആവുന്നില്ല. സുബ്ഹാനല്ലാഹ്. അവരവിടങ്ങളിലൊക്കെ ചെന്നിട്ടും അവിടെ പോയിട്ടും പുറത്തുമൊക്കെ ഇബാദത്തുകളും പ്രാർത്ഥനകളും ഈവൻ ബലികർമ്മങ്ങളും ഒക്കെ ചെയ്യുന്നതായിട്ട് നമുക്കറിയാം നടക്കുന്നുണ്ട് നമ്മളെ ചുറ്റുപാടും. സുബ്ഹാനല്ലാഹ്. അപ്പം ഇവരുടെയൊക്കെ ഈ ഒരു എന്ത് വിശ്വാസത്തിന്റെ പേരിലാണ് ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ മരിച്ചു പോയിട്ടുള്ള ഈ ആളുകൾ അവരിൽ സച്ചരിതരായിട്ടുള്ള ആൾക്കാർ അള്ളാഹു സുബ്ഹാനഹു തആലയുമായിട്ട് നമ്മളെക്കാളും അതായത് ഇവരെക്കാളും കൂടുതൽ ക്ലോസ് ആണ് അല്ലെ. അതുകൊണ്ട് തന്നെ അവരുടെ ചുറ്റുപാടും അതായത് അവര് മക്ബറയുടെ അല്ലെങ്കിൽ അവര് മരിച്ച മറമാടിയ സ്ഥലത്തിന്റെ ചുറ്റുപാടും നിന്നിട്ട് എന്തൊരു ഇബാദത്ത് ചെയ്താലും അത് അള്ളാഹുവിൽ കൂടുതൽ സ്വീകാര്യമാവുന്നുള്ള ഒരു വിശ്വാസം. സുബ്ഹാനല്ലാഹ്. വേറെ എവിടെ നിന്ന് ചെയ്യുന്നതിനേക്കാളും അള്ളാഹ് കൊടുക്കാനുള്ള ഇബാദത്തുകൾ ഈ പറഞ്ഞ മക്ബറകളുടെ ഒക്കെ ചുറ്റുപാട് നിന്ന് ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുവിൽ കൂടുതൽ സ്വീകാര്യമാവുന്നുള്ള ഒരു വിശ്വാസം. സുബ്ഹാനല്ലാഹ്. മാത്രമല്ല ഈ പറഞ്ഞ ആളുകളെല്ലാം ഭയങ്കര ബറക്കത്തുള്ള ആൾക്കാരാണ് അല്ലെ. അള്ളാഹുവിന്റെ സ്പെഷ്യൽ അനുഗ്രഹമുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ചുറ്റുപാടുമുള്ളതിനെല്ലാം ബറക്കത്താണ്. ഈവൻ അവരുടെ ഈ മക്ബറകളും ടോംസും ഒക്കെ കെട്ടിപ്പൊക്കിയ നാടിന് പോലും എന്താണ് ഭയങ്കര ബർക്കത്താണ്. ആ നാട്ടിലേക്ക് ചെന്നാൽ പോലും സുബ്ഹാനല്ലാഹ് നമ്മളെ കാര്യങ്ങളൊക്കെ നടക്കുന്നുള്ള അന്ധമായ വിശ്വാസം. ഈ വിശ്വാസം കൊണ്ട് ഈവൻ ഈ പറഞ്ഞ മക്ബറകളിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ മതിലുകൾ പോലും ആൾക്കാർ എന്ത് ചെയ്യും അതൊക്കെ ഇങ്ങനെ കൈകൊണ്ട് വൈപ്പ് ചെയ്തിട്ട് സ്വന്തം മേലൊക്കെ തടവും. ആ ഒരു എക്സ്ട്രാ ബർക്കത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ആ നാട്ടിലുള്ള മണ്ണ് കളക്ട് ചെയ്ത് കൊണ്ടുവരും. സുബ്ഹാനല്ലാഹ്. ആ മണ്ണിന് എന്തോ ഒരു സ്പെഷ്യൽ ഹീലിംഗ് പവർ ഉണ്ടെന്നൊക്കെ വിശ്വസിച്ചിട്ട് ഹലാ ഖുവത ബില്ലാ അല്ലെ. എന്നിട്ട് എന്താ പറയാ അത് അവരുടെ നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരാണ്. അതിനൊക്കെ എന്തോ ഒരു സ്പെഷ്യൽ ബർക്കത്ത് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഈ ഷിയാക്കളുടെ ചില ബ്രാഞ്ചുകൾ കർബല അതായത് ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഷഹീദായ മണ്ണ് കർബലയിൽ നിന്നുള്ള മണ്ണ് എടുത്തു കൊണ്ടുവന്നിട്ട് അത് ബേക്ക് ചെയ്തിട്ട് ചെറിയ ചെറിയ കല്ലുകളാക്കിയിട്ട് അത് ഇഷ്ടിക പോലെ ആക്കിയിട്ട് അതിന്റെ മുകളിൽ സുജൂദ് ചെയ്യുന്ന സുബ്ഹാനല്ലാഹ് ഒരു ആചാരങ്ങൾ പോലും അവരുടെ ഇടയിൽ ഉണ്ട്. അപ്പം ഇത്തരത്തില് വലിയൊരു അവസ്ഥയില്
ഖബർ ആരാധന നമ്മുടെ ചുറ്റുപാടും ലോകം മുഴുവനും പ്രത്യേകിച്ച് ഇന്ത്യയിലും പാകിസ്ഥാനിലൊക്കെ വളരെയധികം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പണ്ട് മുതലേ ഉള്ള ഒരു കാര്യമാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ ഖബർ ആരാധന എന്ന് പറയുമ്പോൾ ശരിക്കും 2 രീതിയിലാണ് അത്. ഒന്നാമത്തത് ഇവർ ഈ മരിച്ച ആളുകളെ, ഖബറിലുള്ള ആളുകളെ ഇന്റർസെഷന് വേണ്ടിയിട്ട്, അതായത് മധ്യസ്ഥരായിട്ടാണ് കാണുന്നത്. ഇപ്പം ക്രിസ്ത്യാനികള് നമുക്കറിയാം അവരുടെ കുംഭസാരത്തിനെ കുറിച്ച് അല്ലെ, അവർ കുറെ നാൾ കൂടുമ്പം എന്തെങ്കിലും തെറ്റ് ചെയ്തതൊക്കെ അവരുടെ പ്രീസ്റ്റിന്റെ അടുത്ത് ചെന്നിട്ട് ഏറ്റു പറയും ഒറ്റയ്ക്ക്, പ്രീസ്റ്റ് മാത്രം കേൾക്കുന്ന പോലെ അല്ലെ, ഞാൻ ഇന്ന അതൊക്കെ ചെയ്തു പോയിട്ടുണ്ട്. അപ്പം അവരുടെ വിശ്വാസം എന്ന് വെച്ചാൽ ഈ പ്രീസ്റ്റ് ചെന്നിട്ട് ദൈവത്തിന്റെ അടുത്ത് അവർക്ക് പാപമോചനം തേടിക്കൊടുക്കും. കാരണം ഇവര് തമ്മിൽ ഭയങ്കര ക്ലോസ് ആണ്. സുബ്ഹാനല്ലാഹ്. അപ്പം ഒരു മിഡിൽ മാൻ പോലെ. അതേപോലെയാണ് നമ്മുടെ ഇസ്ലാമിക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പുള്ള അറബികൾ, പ്രീ ഇസ്ലാമിക് അറബ്സും അവരുടെ വിഗ്രഹങ്ങളെ ഇതേപോലെയാണ് കണ്ടിട്ടുള്ളത്. അവരുടെ വിഗ്രഹങ്ങളെ കുറിച്ച് സൂറത്ത് സുമറിൽ 3-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ, ഞങ്ങളെ അള്ളാഹുമായിട്ട് കൂടുതൽ അടുപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ അവരെ വണങ്ങുന്നത്. അത് അവർ ഈ വിഗ്രഹങ്ങളെ നേരിട്ട് ആരാധിക്കില്ല, അത് അള്ളാഹുവിലേക്ക് എത്താനുള്ള അവരുടെ ഒരു വഴിയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം അത് പിന്നെ ഇവരുടെ ആവശ്യങ്ങള്, ആഗ്രഹങ്ങള് അല്ലെങ്കിൽ ദുആകള് അള്ളാഹുലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇവര് വഴി പോവാന്നുള്ള വേറൊരു രീതി. അപ്പൊ അതിന്റെ ഒരു സംഭവം എന്താന്ന് വെച്ചാൽ, ഈ പറഞ്ഞ മരിച്ച ആൾക്കാര് അള്ളാഹുമായിട്ട് തങ്ങളെക്കാൾ കൂടുതൽ അടുത്താണെന്ന് മാത്രമല്ല, നമ്മൾ ചോദിക്കുന്നത് എന്തും കേൾക്കാനുള്ള കഴിവ് മരിച്ചതിന് ശേഷവും അവർക്കുണ്ട്. കേൾക്കാൻ മാത്രമല്ല, അത് നടത്തി കൊടുക്കാനുള്ള കഴിവുണ്ടെന്നുള്ള വേറൊരു വിശ്വാസവും കൂടെ. സുബ്ഹാനല്ലാഹ്. അപ്പം ഇത്തരത്തില് അള്ളാഹുമായിട്ടുള്ള എന്താ പറയാ ഒരു ഇന്റർമീഡിയറി അല്ലെങ്കിൽ ഒരു മധ്യസ്ഥരായിട്ട് പ്രവർത്തിക്കുന്നവരായിട്ടാണ് ഈ മരിച്ച ആൾക്കാരെ ഖബറിലെ ആരാധനയുടെ ഒരു ഭാഗം എന്ന് പറയുന്നത്. ഇനി വേറൊരു വശം എന്ന് പറയുന്നത്, ഇപ്പം ആദ്യം പറഞ്ഞത് നമ്മൾ പറഞ്ഞ ഇന്റർമീഡിയറ്റ് ആയിട്ട് അല്ലെ, ഒരു മധ്യസ്ഥരായിട്ടാണ്. രണ്ടാമത്തത് ഡയറക്റ്റ് ആയിട്ട് മരിച്ചവരോട് ദുആ ചെയ്യുകയും മരിച്ചവരോട് പാപമോചനം തേടുകയും ചെയ്യുന്ന വേറൊരു വിശ്വാസം. ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും, അവർക്ക് അതിൻ്റെതായ എന്താ പറയുക ന്യായങ്ങളും ഉണ്ടാവും. നമ്മൾ തെറ്റാന്ന് പറയുമ്പോൾ അത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന്. അപ്പം ഈ രണ്ടാമത് പറഞ്ഞ വിഭാഗം എന്ന് വെച്ചാൽ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ സിഫാത്തുകളായ അല്ലെ, അള്ളാഹു അത്തവ്വാബാണ്, അള്ളാഹു അൽ ഗഫൂർ ആണ് അല്ലെ, അള്ളാഹ്ക്ക് മാത്രമേ പുറത്തു കൊടുക്കാൻ പറ്റുള്ളൂ, അള്ളാഹിനോട് മാത്രമേ പാപമോചനം തേടാൻ പറ്റുള്ളൂ അല്ലെ. അപ്പം ആ കാര്യങ്ങളെല്ലാം ഈ പറഞ്ഞ മരിച്ചവർക്ക് എന്താണ് അസൈൻ ചെയ്യുക, അള്ളാഹുവിന്റെ സിഫത്തുകൾ. ആ രീതിയിൽ രണ്ടാമത്തെ ഒരു കൂട്ടര്. സുബ്ഹാനല്ലാഹ്. അത് ക്രിസ്ത്യാനികളുടെ കാത്തലിക്സിന്റെ ഇടയിലൊക്കെ ഉണ്ടല്ലേ പല വിശുദ്ധന്മാരും, നമ്മൾ ഇതിനു മുമ്പ് പല ശിർക്കിപരമായ പ്രാക്ടീസിന്റെ സമയത്തും ഇങ്ങനെയുള്ള ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ അവർക്ക് പല സെയിന്റ് ആന്റണി, അവർക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ, സെയിന്റ് ജൂഡ് എന്തെങ്കിലും രോഗങ്ങൾ വന്നു കഴിഞ്ഞാലൊക്കെ ഉള്ള സഹായം തേടാൻ വേണ്ടിയിട്ട് യാത്ര പുറപ്പെടുമ്പോൾ സെയിന്റ് ക്രിസ്റ്റഫർ, അങ്ങനെ അവർക്കുണ്ട് നേരിട്ട് ദൈവങ്ങൾ, ലൈക്ക് ഇതുപോലെയുള്ള ആൾക്കാരെ തന്നെ ദൈവമായിട്ട് കണ്ടിട്ട് അവരോട് നേരിട്ട് ദുആ ചെയ്യുന്ന ഒരു രീതി. സുബ്ഹാനല്ലാഹ്. അപ്പം ഇതുപോലെ മുസ്ലിം വേൾഡിലും മുസ്ലിംസിന്റെ ഇടയിലും പല ഖബറുകൾ അല്ലെ, പല വിശുദ്ധന്മാരുടെയും ഖബറിൽ ചെന്ന് നേരിട്ട് അവരെടുത്ത് ചോദിച്ച് കാര്യങ്ങൾ നേടുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ക്രിസ്ത്യാനികൾ ഇതുപോലെ യേശു ക്രിസ്തുവിനെയും അങ്ങനെ കണ്ടിട്ട് ദൈവത്തിന് പകരം യേശു ക്രിസ്തുവിനോട് ചോദിച്ചിട്ടാണ് അവര് തൗഹീദിൽ നിന്ന് വ്യതിചലിച്ചത്. എന്നാൽ മുസ്ലിങ്ങളുടെ ഇടയിലും ഇപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് നേരിട്ട് ചോദിക്കുന്ന, അള്ളാഹുവിനേക്കാൾ കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന വിഭാഗങ്ങൾ മുസ്ലിങ്ങളുടെ ഇടയിലും ഉണ്ട്. അള്ളാഹു പുറത്തു മാപ്പാക്കി തട്ടെ. അങ്ങനെ ആരെങ്കിലും അത്തരത്തിലുള്ള കാര്യങ്ങൾ പെട്ടുപോകുന്നുണ്ടെങ്കിൽ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അതേപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിദായത്തും കൊടുക്കട്ടെ എല്ലാവർക്കും. ആമീൻ. അപ്പം ഇസ്ലാമില് ഈ 2 രീതിയിലുള്ള ഖബർ ആരാധനകളും കംപ്ലീറ്റ് ആയിട്ട് റിജക്റ്റഡ് ആണ്, സ്വീകാര്യമേ അല്ല. ഓക്കെ, നമുക്കറിയാം മരണശേഷം ഏതൊരു വ്യക്തിയും അല്ലെ വേറെ തന്നെ ഒരു ഡയമെൻഷനാണ് ബർസഖ് എന്ന് പറയുന്നത്. അവിടെ അവന്റെ എല്ലാ കർമ്മങ്ങളും, അവന് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും അതോടുകൂടി അവസാനിക്കുകയാണ്. ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി പിന്നെ അവന് പുതിയതായിട്ടൊന്നും ചെയ്യാൻ പറ്റൂല അല്ലെ. അവന് ഓൾറെഡി ചെയ്തു വെച്ചതിന്റെ ഫലങ്ങൾ ഒരു പക്ഷെ ജീവിച്ചിരിക്കുന്നവരെ ഇഫക്റ്റ് ചെയ്യുമായിരിക്കും. അല്ലെങ്കിൽ അവൻ ചെയ്ത കാര്യങ്ങളുടെ പ്രതിഫലം അവൻ നേടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. പക്ഷെ അവന് പുതിയതായിട്ടൊന്നും അല്ലെ, ഏതൊരു വ്യക്തിയാണെങ്കിലും മരിച്ചു കഴിഞ്ഞ് ബർസഖിൽ എത്തിക്കഴിഞ്ഞാൽ അവന് പുതിയതായിട്ടൊന്നും ചെയ്യാൻ പറ്റൂല. സുബ്ഹാനല്ലാഹ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഒരു ഹദീസ്, മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിനകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് പറയുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഹദീസാണ്. ആദമിന്റെ മക്കൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ 3 കാര്യങ്ങളല്ലാത്തതെല്ലാം അവരിൽ നിന്ന് മുറിഞ്ഞു പോകുന്നതാണ്.
നിലനിൽക്കുന്ന ദാനധർമ്മം, ഉപകാരപ്രദമായ വിജ്ഞാനം, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ലവരായ സന്താനങ്ങൾ, അല്ലെ? അപ്പം ഇതല്ലാത്തതൊന്നും അവർക്ക് ചെയ്യാനേ പറ്റൂല. അവർ ചെയ്തു വെച്ചത് അവർ കൊണ്ടുപോകാന്നല്ലാണ്ട് മരിച്ചതിന് ശേഷം ആർക്കും ചെയ്യാൻ പറ്റൂല. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശദമായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എനിക്ക്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ അടുത്ത് എത്ര ക്ലോസ് ആണെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അല്ലെ? അതായത് നിങ്ങൾ നേരിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയുമായിട്ട് ബന്ധം സ്ഥാപിക്കുക എന്നുള്ളതിനപ്പുറത്തേക്കൊന്നും ചെയ്യാൻ പറ്റൂല. സൂറത്ത് ആറാഫില് 188-ാമത്തെ ആയത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, കുല്ല അംലികു ലിനഫ്സി നഫ്അൻ വലാ ദർറൻ ഇല്ലാ മാ ശാ അല്ലാഹ് വലൗ കുൻതു അഅലമുൽ ഗൈബ ലസ്തക്സർതു മിനൽ ഖൈരി വമാ മസ്സനി അസ്സൂ ഇൻ അന ഇല്ലാ നദീറുൻ വബശീറുൻ ലിഖൗമി യുഅ്മിനൂൻ. ഞാൻ എനിക്ക് തന്നെ ഗുണമോ ദോഷമോ വരുത്താൻ കഴിയാത്തവനാണ്. അള്ളാഹു ഇച്ഛിച്ചത് മാത്രം നടക്കുന്നു. എനിക്ക് അഭൗതിക കാര്യങ്ങൾ അറിയുമായിരുന്നെങ്കിൽ നിശ്ചയമായും ഞാൻ എനിക്ക് തന്നെ അളവറ്റ നേട്ടങ്ങൾ വരുത്തുമായിരുന്നു. ദോഷങ്ങൾ എന്നെ ഒട്ടും ബാധിക്കുമായിരുന്നില്ല. എന്നാൽ ഞാൻ ഒരു മുന്നറിയിപ്പുകാരൻ മാത്രമാണ്, വിശ്വസിക്കുന്ന ജനത്തിന് ശുഭവാർത്ത അറിയിക്കുന്നവനും, അല്ലെ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് തന്നെ ഗുണം വരുത്താൻ പറ്റില്ല. പിന്നെ എങ്ങനെയാണ് മരിച്ചതിന് ശേഷം, അല്ലെ, ജീവിച്ചിരിക്കുമ്പോൾ പോലും പറ്റാത്ത കാര്യം മരിച്ചതിന് ശേഷം ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്നത്? സുബ്ഹാനല്ലാഹ്. അപ്പം ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല വിശദമായിട്ട് തന്നെ നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് ഈ കാര്യം. വേറൊരു സാഹചര്യത്തില് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട്, അത് സൂറത്ത് ശുറായിൽ 214-ാമത്തെ ആയത്ത്, അൻദിർ അശീറതകൽ അഖ്റബീൻ, നീ നിന്റെ അടുത്ത ബന്ധുക്കൾക്ക് മുന്നറിയിപ്പ് നൽകുക എന്നുള്ള ആ ഒരു കൽപ്പന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇറങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാവരുടെ അടുത്തും പറയുന്നുണ്ട്, ഓ ഖുറൈശികളെ, നിങ്ങൾ അള്ളാഹുവിൽ നിന്ന് രക്ഷ നേട്, എനിക്ക് അള്ളാഹുവിനെതിരെ നിങ്ങളെ രക്ഷിക്കാൻ പറ്റില്ല. അബ്ദുൽ മുത്തലിബിന്റെ മക്കളെ, നിങ്ങൾ രക്ഷ നേട് സ്വയം, എനിക്ക് പറ്റൂല, അല്ലെ? എന്റെ പിതൃ സഹോദരൻ അബ്ബാസിന്റെ അടുത്ത് പറയുന്നുണ്ട്, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്റെ പിതൃ സഹോദരി സഫിയ, എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങളെ രക്ഷിക്കുക. എന്റെ മകൾ ഫാത്തിമ, നിനക്ക് വേണ്ടിയിട്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. സുബ്ഹാനല്ലാഹ്. വേറൊരു സാഹചര്യത്തില് ഒരു സഹാബി ഇങ്ങനെ പറയണ്ടായി, ലാ തഖൂലു മാഷ, ഒരു സഹാബിയുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയണ്ടായി, ലാ തഖൂലു മാഷ അല്ലാഹു വശാഅ ഫുലാനും വലാകിൻ ഖൂലു മാഷ അല്ലാഹു സുമ്മ ശാഅ ഫുലാനും. അതായത് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, അള്ളാഹുവും ഇന്ന ആളും ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ പറയരുത്, അള്ളാഹു ഉദ്ദേശിച്ചതെന്നും പിന്നീട് ഇന്ന ആൾ ഉദ്ദേശിച്ചതെന്നും പറഞ്ഞോളൂ. അപ്പൊ അത്ര പോലും വേറൊരാൾക്ക് അള്ളാഹുവിനെ പോലെ ഉദ്ദേശിക്കാനോ ചെയ്യാനോ സാധ്യമല്ല. അള്ളാഹുവിന് തുല്യമാക്കാൻ അള്ളാഹു ചെയ്ത കാര്യങ്ങൾ, ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഒരു വ്യക്തിക്കും സാധ്യമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉൾപ്പെടെ. സുബ്ഹാനല്ലാഹ്. അപ്പം ഇത്രയൊക്കെ കൃത്യമായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് തന്നെ ഒരു ഖദർ മാറ്റാൻ, അള്ളാഹു ഉദ്ദേശിച്ചതിനെ മാറ്റാൻ പറ്റൂല എന്ന് നമ്മളെ പഠിപ്പിച്ച് തന്നിട്ടും മുസ്ലിംസ് ഇന്നത്തെ ലോകത്ത്, അല്ലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹായം ചോദിക്കാതെ മാത്രമല്ല, ഈ പറഞ്ഞ പോലെ കുറേ വിശുദ്ധന്മാരും ഔലിയാക്കളെയൊക്കെ കണ്ടുപിടിച്ച് അവരുടെ അടുത്ത് സഹായം തേടുകയും, എന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പല രീതിയിലുള്ള ന്യായങ്ങൾ അതിനെക്കുറിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്, അല്ലെ? ഇപ്പം സൂഫികളുടെ ഇടയിലും നമ്മൾ പറഞ്ഞു, അവർക്കൊരു പ്രത്യേക ഓർഡർ ഉണ്ട്. ഏറ്റവും മുകളിൽ ഇന്ന ആള്, അല്ലെ, റിജാലൽ ഗൈബ് എന്ന് പറയും, ഗൈബിന്റെ ആൾക്കാർ, പുരുഷന്മാര്, അവര് ഏറ്റവും ടോപ്പിൽ ഏറ്റവും വിശുദ്ധനായിട്ടുള്ള ആളായിരിക്കും. അതിന്റെ താഴെ, അല്ലെ, അൽ ഹൗസ് അല്ലെങ്കിൽ കുത്തുബ്, അതിന്റെ താഴെ, അങ്ങനെ കുറെ ബ്രാഞ്ചസ് ആയിട്ട് താഴോട്ട് വരും. അതിൽ ഏറ്റവും മുകളിലുള്ള ആള് മരിച്ചു കഴിഞ്ഞാൽ താഴെയുള്ള ആള് മേലോട്ട് കയറും എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് പല വിശ്വാസങ്ങളുണ്ട്. അപ്പൊ അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പല സിഫത്തുകളും ഇവര് അസൈൻ ചെയ്യുന്നുണ്ട്, അല്ലെ? ഇപ്പം അബ്ദുൽ ഖാദിർ ജീലാനിനെ അവര് ഹൗസെ ആദം എന്ന് പറയുന്നുണ്ട്. ഏറ്റവും വലിയ സഹായി അദ്ദേഹമാണ്. അതായത് അവരുടെ എന്തെങ്കിലും പ്രയാസം വന്നു കഴിഞ്ഞാൽ അബ്ദുൽ ഖാദിർ ആയിസ്നി എന്ന് പറഞ്ഞ അവർ ദ്വാ ചെയ്യുന്നു. അവരുടെ ദ്വാ ഡയറക്റ്റ് അബ്ദുൽ ഖാദിർ ജീലാനിയിലേക്ക്. സുബ്ഹാനല്ലാഹ്. അപ്പം ഇത്തരത്തില് അള്ളാഹുവിന് ഈക്വൽ ആയിട്ട്, അല്ലെ, വേറെ പലതിനെയും കാണുന്ന ആ ഒരു ഷിർക്കി പ്രാക്ടീസ് എല്ലാ ദിവസവും 17 പ്രാവശ്യമെങ്കിലും ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ പറയുന്ന മുസ്ലിങ്ങളുടെ ഇടയിലും വളരെ വ്യാപകമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അവര് ഒന്നെങ്കിൽ ഇതുപോലെ മീഡിയേറ്റർ ആയിട്ടോ അല്ലെങ്കിൽ ഡയറക്റ്റ് അള്ളാഹുലേക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാരിലേക്ക് ദുആ ചെയ്തിട്ടോ പല രീതിയിലും ഇസ്ലാം അതിശക്തമായിട്ട് വിരോധിക്കുന്ന ഷിർക്കിൽ ഖബറാരാധന വഴിയുള്ള ഷിർക്കിൽ പെട്ടിട്ടുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം ഏതെങ്കിലും ഒരു രീതിയിൽ മുസ്ലിങ്ങളുടെ ഇടയിൽ ഇത്
ഇരച്ച് കയറിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇത് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തില് സൂറത്ത് യൂസുഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഒരു കാര്യമുണ്ട്. വമാ യുഅ്മിനു അക്സറഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. അവരിലേറെ പേരും അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല, അവനിൽ മറ്റുള്ളവയെ പങ്കു ചേർക്കുന്നവരായിക്കൊണ്ടല്ലാതെ. ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ സത്യപ്പെടുത്തുന്ന രീതിയിൽ തന്നെയാണ് നമ്മുടെ ചുറ്റുപാടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാട്ടെ. അള്ളാഹു അതിൽ നിന്ന് എല്ലാം ശുദ്ധമാക്കിയിട്ട് ശരിയായ തൗഹീദിന്റെ മാർഗം നമുക്ക് എല്ലാവർക്കും കാണിച്ചു തരട്ടെ. ആ ഒരു വഴിയിലേക്ക് എത്തിക്കാനുള്ള തൗഫീഖ് തന്നതിന് അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീ. ഇനിയും നമ്മൾ അറിഞ്ഞോ അറിയാതെ ഇത്തരത്തിലുള്ള എന്തെങ്കിലും പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ശരിയായ രീതിയിൽ അള്ളാഹുവിന്റെ മാർഗം കാണിച്ചു തരട്ടെ. ആമീൻ. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഒരു ഹദീസിനകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു കാര്യം പ്രൊഫസൈസ് ചെയ്തിട്ട്, അതായത് പ്രവചിച്ചു പോയിട്ടും കൂടെ ഉണ്ട്. നമുക്ക് അറിയാവുന്ന ഒരു ഹദീസ് തന്നെയാണ് അല്ലെ. നിശ്ചയം നിങ്ങളുടെ മുൻഗാമികളുടെ പാത നിങ്ങൾ പിന്തുടരുക തന്നെ ചെയ്യും, ചാണിന് ചാണായും മുഴത്തിന് മുഴമായും. എത്രത്തോളം എന്നാൽ അവരൊരു ഉടുമ്പിന്റെ ഇടുങ്ങിയ മാളത്തിലാണ് പ്രവേശിച്ചതെങ്കിൽ അവരെ പിൻപറ്റി നിങ്ങളും അതിൽ പ്രവേശിക്കുന്നതാണ്. അള്ളാഹുവിന്റെ ദൂതരെ, മുൻഗാമികൾ എന്നാൽ ജൂത ക്രൈസ്തവരെയാണോ വിവക്ഷ എന്ന് ചോദിക്കപ്പെട്ടു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവരല്ലാതെ പിന്നെ ആര്? അല്ലെ. അപ്പം മുമ്പ് അവരൊക്കെ കാണിച്ചു വെച്ചിട്ടുള്ള, അവര് ഈ പറഞ്ഞ പോലെ വിശുദ്ധന്മാരൊക്കെ ആരാധിക്കുന്ന ആ ഒരു രീതിയിലേക്ക് മുസ്ലിങ്ങളും എത്തിക്കഴിഞ്ഞു. അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. സൗബാൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, എന്റെ ജനതയിൽ ഒരു വിഭാഗം മുശ്രിക്കുകളോട് ചേരുന്നത് വരേക്കും, എന്റെ ജനതയിലെ ധാരാളം സംഘങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത് വരേക്കും അന്ത്യനാൾ സംഭവിക്കുകയില്ല. സുബ്ഹാനല്ലാഹ്. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഏതെങ്കിലും ഒരു രീതിയിൽ ശിർക്ക് എല്ലാ സമൂഹത്തിലേക്കും എല്ലാ ആളുകളിലേക്കും എരച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു വലിയ വിഭാഗം തന്നെ മുശ്രിക്കുകളോട് ചേർന്നുകൊണ്ടിരിക്കുകയാണ്, അറിഞ്ഞോ അറിയാതെയോ. അപ്പം നമ്മൾ ശരിക്കും തൗഹീദ് എന്താണെന്ന് ഓരോ അവസ്ഥയിലും എവിടെയൊക്കെയാണ് തൗഹീദിന് കോട്ടം സംഭവിക്കുക, ശിർക്ക് കടന്നു കയറാന്നുള്ള ആ ഒരു അറിവ് നമുക്കില്ലെങ്കിൽ ഈ പറയുന്ന നമ്മളും അറിഞ്ഞോ അറിയാതെയോ ഇതിനകത്തൊക്കെ പെട്ടുപോകാനുള്ള സാധ്യത വളരെയധികമാണ്. നമ്മുടെ മക്കളുടെ കാര്യം പ്രത്യേകം പറയണം. കാരണം അവരിത് അറിയാതെ പലതിലും ഇന്നത്തെ കാലത്തെ മോഡേൺ ഷിർക്കുകൾ പലതും ഉണ്ട്. നമ്മൾ മുമ്പുള്ള പല പല ക്ലാസ്സുകളിലും അതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിനകത്തൊക്കെ പെട്ടുപോകും. കാരണം എന്താണ് ശരിയായ തൗഹീദ് എന്നും എവിടേക്കാണ് ഷിർക്ക് വന്നിട്ടുള്ളതെന്നും ചരിത്രങ്ങളിൽ വന്നുകൊണ്ടിരുന്നതെന്നും ഇപ്പോഴും ഉള്ളതെന്നും അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് പ്രൊട്ടക്റ്റഡ് ആയിരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മുസ്ലിംസിന് ശരിക്കും നമ്മുടെ ദീൻ എന്താണെന്നുള്ള ശരിയായ ഒരു അറിവ് അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ഹിസ്റ്റോറിക്കൽ എവിടെയാണ് തുടങ്ങിയത്, എങ്ങനെയാണ് ഈ വിശ്വാസം ഇങ്ങനെ എന്താണ് പറയാ ഫുൾ സ്പ്ലിറ്റ് ആയിട്ട് പല രീതിയിൽ തൗഹീദിൽ നിന്ന് തുടങ്ങി എങ്ങനെയാണ് ഇവിടെ എത്തിയത് എന്ന് ശരിക്കും അറിയുമ്പോഴേ ഈ പറഞ്ഞ എല്ലാ അറ്റാക്കുകളും ഏത് സമയത്തും ഇതിനുള്ള സാധ്യതയുണ്ടെന്നും നമ്മൾ അതിനകത്ത് പെട്ടുപോകാനുള്ള സാധ്യതയുണ്ടെന്നും അതിനെ ശരിയായ കോണ്ടെക്സ്റ്റിൽ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും നമുക്ക് പറ്റുള്ളൂ. ഓക്കെ. അപ്പം അതിന്റെ ഭാഗമായിട്ട് നമുക്ക് അടുത്ത് മനസ്സിലാക്കാനുള്ളത് മതത്തിന്റെ പരിണാമ മാതൃക. ഈ വേർഡ് ഹെഡിങ് ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് ബേജാറാവുന്നത് എന്തപ്പതെന്ന്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മള് ശരിക്കും മതം നമ്മളൊക്കെ കേട്ട് പരിചയമുള്ള ഒരു പാട്ടാണ്, മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു അല്ലെ. അപ്പം ഈ ഒരു സയന്റിഫിക് വേൾഡ് അല്ലെങ്കിൽ സെക്യുലർ മതേതര ലോകത്ത് മതം മനുഷ്യൻ സൃഷ്ടിച്ചതായിട്ടാണ് അവർ കാണുന്നത്. മനുഷ്യൻ സൃഷ്ടിച്ചിട്ട് മതം ഇങ്ങനെ ഇവോൾവ് ചെയ്ത് ഇങ്ങനെ വന്നു എന്നും നോക്കാം നമുക്ക് അവരെന്താ പറയുന്നത്, എന്നിട്ട് അടുത്ത ഇതിലേക്ക് പോവാം. അപ്പം ഈ ഒരു സംഭവത്തില് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം എന്നൊക്കെ നമ്മൾ സയൻസിൽ ജസ്റ്റ് അറ്റ്ലീസ്റ്റ് കേട്ടവരെങ്കിലും ആയിരിക്കും നമ്മളെല്ലാവരും അല്ലെ. അതിനെക്കുറിച്ച് എന്താണെന്നൊന്നും നമ്മൾ പോകണ്ട. അപ്പം ആ ഒരു ഇൻഫ്ലുവൻസിൽ മിക്ക സാമൂഹ്യ ശാസ്ത്രജ്ഞരും അതേപോലെ ആന്ത്രപ്പോളജിസ്റ്റ് എന്ന് വെച്ചാൽ മനുഷ്യവംശ ശാസ്ത്രം, അതൊക്കെ ശാസ്ത്രത്തിന്റെ പല ശാഖകളാണ്. അവരൊക്കെ കൺക്ലൂഡ് ചെയ്തത് എങ്ങനെയാന്ന് വെച്ചാൽ മതം തുടങ്ങിയത് മനുഷ്യന്മാര് ഈ പ്രകൃതിയുടെ ചില ശക്തികളുണ്ടല്ലോ അതിനെ ദൈവമായിട്ട് കണ്ടിട്ടാണ് മതം തുടങ്ങിയിട്ടുള്ളതെന്നാണ് അവരുടെ കണ്ടുപിടുത്തം. അത് എങ്ങനെയാണ് അവരതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് നമുക്ക് നോക്കാം. അത് ഏറ്റവും പുരാതനമായിട്ടുള്ള മനുഷ്യര് ഈ പ്രകൃതിക്ക് സംഭവിക്കുന്ന ആപത്തുകൾ ഉണ്ടല്ലോ, ഇടി, മിന്നല്, അഗ്നിപർവ്വത സ്ഫോടനം, ഭൂമികുലുക്കം, ഇതുപോലെയുള്ളതൊക്കെ കാണുമ്പോൾ അത് ഭയങ്കര നാശകാരിയാണ്, ഭയങ്കര വിപത്തുള്ളതാണ്, എന്നാൽ ഭയങ്കര പേടിപ്പെടുത്തുന്ന എന്തോ സംഭവം സൂപ്പർ നാച്ചുറൽ ആണെന്ന് അവർക്ക് തോന്നിയിട്ട് ഇതിനൊക്കെ എന്തൊക്കെയോ ശക്തിയുണ്ട്
അപ്പം പ്രകൃതിക്ക് ഒരു ശക്തിയുണ്ട്. അപ്പം പ്രകൃതി കോപിക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നത്. അപ്പൊ പ്രകൃതിയെ പ്രസാദിപ്പിക്കാം എന്ന് വിചാരിച്ചിട്ട് അവര് ഈ പറഞ്ഞതിനെയൊക്കെ ദൈവങ്ങളായിട്ട് കണ്ടിട്ട് അവരെപ്രകാരം അവരുടെ ഗോത്ര തലവന്മാരെ അല്ലെ, ഇപ്പം ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയത്, അവർക്കൊരു ഗ്രൂപ്പ് ഉണ്ടാവും, ഗോത്രങ്ങളായിട്ടുണ്ടാവും. ആ ഗോത്രത്തിന് ഒരു തലവൻ ഉണ്ടാവും. ഗോത്ര തലവനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി പോകുമ്പോൾ ചിലപ്പം കാഴ്ചക്കായിട്ട് അല്ലെ ഫ്രൂട്ട്സോ അത് ഗോത്രത്തലവൻ കോപിക്കാതിരിക്കാൻ വേണ്ടി. അതേപോലെ പ്രകൃതി കോപിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രകൃതിനെ പ്രസാദിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ദൈവങ്ങൾ ഉണ്ടായതെന്നാണ് ഈ ശാസ്ത്രം പറയുന്നത്, അല്ലെങ്കിൽ മതേതര ലോകം പറയുന്നത്. നമുക്ക് ഇസ്ലാമിന്റെ ഇതിലേക്ക് വരാം. അത് രണ്ടും നമ്മൾ മനസ്സിലാക്കുമ്പോഴേ നമുക്ക് ശരിക്കും ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു ചീറ്റിംഗ് അല്ലെങ്കിൽ തൗഹീദിൽ നിന്നുള്ള വ്യതിചലനം വന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പം ഈ പറഞ്ഞ പോലെ പ്രകൃതിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർ ഈ പറഞ്ഞ പോലെ കുറെ ഇബാദത്തും ബലിയും ഒക്കെ ചെയ്തു തുടങ്ങി. ഇപ്പം അതിനൊരു ഉദാഹരണം പറയുന്നത് നോർത്ത് അമേരിക്കൻ ഇന്ത്യൻസ്, അവര് നദികളുടെ ആത്മാവിനെ അല്ലെങ്കിൽ കാടിനെ ഒക്കെ ദൈവമായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു സമയത്തുള്ള ഈ മതവാദത്തിന് അനിമിസം എന്ന് പറയും, സർവ്വജീവത്വവാദം. എല്ലാ വസ്തുക്കളിലും ദൈവത്തിന്റെ ചൈതന്യം ഉണ്ടെന്നുള്ള വിശ്വാസം. നമ്മൾ മുമ്പേ കഴിഞ്ഞ മൊഡ്യൂളിൽ പറഞ്ഞ ചെറിയൊരു കാര്യമായിട്ട് ഇതിനും ബന്ധമുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു വിശ്വാസത്തിൽ നിന്ന് എന്താവും, ഇവര് എല്ലാവർക്കും, എല്ലാ മനുഷ്യന്മാർക്കും ഓരോ ദൈവം, ഓക്കെ, പേഴ്സണൽ ഗോഡ്സ് ഉണ്ടായി. അപ്പം ഏറ്റവും ആദ്യം എന്താണ്, കുറേ ദൈവങ്ങളാണ് ഉണ്ടായിരുന്നത്. ഓരോരുത്തർക്കും ഓരോ ദൈവം എന്നുള്ളതുപോലെ ഉണ്ടായെന്നാണ് ഈ പരിണാമ സിദ്ധാന്തക്കാര് വാദിക്കുന്നത്. പിന്നീട് ഈ മനുഷ്യന്മാരൊക്കെ കുടുംബമൊക്കെ ആയി അല്ലെ, അവർ കുടുംബമായി മാറിയപ്പോ പിന്നെ അത് കുടുംബ ദൈവങ്ങളായിട്ട് മാറി. ഓക്കെ, അപ്പം പേഴ്സണൽ ഗോഡ് ഓരോരുത്തർക്കും ഉണ്ടായിരുന്ന ദൈവങ്ങൾ പിന്നെ കുടുംബ ദൈവങ്ങളായിട്ട് മാറി. സുബ്ഹാനല്ലാഹ്. ഇപ്പൊ നമുക്കറിയാലേ, ഹിന്ദുക്കളുടെ ഇടയിലുണ്ട് പല കുടുംബ ദൈവങ്ങളും ഒക്കെ. പിന്നെ എന്താണ്, കുടുംബങ്ങളൊക്കെ ഇങ്ങനെ ഗോത്രങ്ങളായിട്ട് ഗ്രൂപ്പുകളായിട്ട് മാറിയപ്പോൾ പിന്നെ കുലദൈവങ്ങള് ഉണ്ടാവാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്. ഇനി ഈ പിന്നീട് കുറെ നാൾ കഴിഞ്ഞപ്പം കുലങ്ങളും ഒക്കെ മാറിയിട്ട് അവര് വലിയ വലിയ ഗ്രൂപ്പുകളും രാജ്യങ്ങളും ഒക്കെ ആയി മാറിയപ്പോൾ പിന്നെ അതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ട് എന്താണ്, ഒരു രാജ്യത്തിന് അല്ലെങ്കിൽ ഒരു ജനറേഷന് അങ്ങനെ ഒരു ദൈവങ്ങളായിട്ട് ഉണ്ടാവാൻ തുടങ്ങി. അങ്ങനെ ഈ ദൈവങ്ങളെ എണ്ണം കുറഞ്ഞു വന്നിട്ട് പിന്നീട് ദ്വൈത വിശ്വാസം, ഡെയ്തീസം എന്ന് പറയും, രണ്ട് ദൈവങ്ങൾ മാത്രം, അതായത് നന്മയ്ക്കൊരു ദൈവവും തിന്മയ്ക്കൊരു ദൈവം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് മാറി. സുബ്ഹാനല്ലാഹ്. അതിനൊരു ഉദാഹരണം നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, സോറോ ആസ്ട്രിയൻസിന്റെ ഇടയിൽ അല്ലെ, അഹുറ മസ്ത അഗ്രമന്യു എന്ന് പറഞ്ഞിട്ട് നന്മയുടെ ദൈവവും തിന്മയുടെ ദൈവവും ആയിട്ട് രണ്ട് ദൈവങ്ങളുണ്ട് എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഇതെല്ലാം എന്താ പറയാ, രണ്ട് ദൈവങ്ങളും മാറി, കുലങ്ങളും കുടുംബങ്ങളൊക്കെ മാറി, നേഷൻ എന്നുള്ള അല്ലെങ്കിൽ രാജ്യം എന്നുള്ള ആ ഒരു അവസ്ഥയും അങ്ങനെ ആയി മാറിയപ്പോൾ അങ്ങനെ നാഷണൽ ഗോഡ്, ഒരു രാജ്യത്തിന് ഒരു ദൈവം എന്നുള്ള പോലെ ഏകദൈവ വിശ്വാസം ഉണ്ടായി എന്നാണ് ആര് പറയുന്നത്, ഈ മതേതര ലോകം പറയുന്നത്. അപ്രകാരം ഇസ്രായേലിന്റെ ജനതയ്ക്ക് ഒരു ദൈവം. സുബ്ഹാനല്ലാഹ്. അങ്ങനെയാണ് എന്താണ് ബനു ഇസ്രായേലിന് അല്ലെ ഒരു ദൈവം, ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാരും ഒക്കെ ആയിട്ട് ഏകദൈവം ഉണ്ടായതെന്നാണ് പറയപ്പെടുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പം അത്തരത്തിലാണ് എന്താ പറയാ ഈ ലോകം മതങ്ങളുടെ ഈ ഒരു ഇവല്യൂഷനെ കണ്ടത്. എന്നിട്ട് അവരുടെ പ്രവചനം എന്താന്ന് വെച്ചാൽ ഇനി കുറേ നാൾ കഴിയുമ്പം ഈ പ്രകൃതിന്റെ ഈ സീക്രട്ടുകളെല്ലാം സയൻസ് കണ്ടുപിടിക്കും. ആ സമയത്ത് മതത്തിന്റെയും ദൈവത്തിന്റെയും ഒന്നും ആവശ്യം ഉണ്ടാവില്ല. സയൻസ് ഇതിനെയൊക്കെ റീപ്ലേസ് ചെയ്ത് മതമേ ആവശ്യമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തുന്നതാണ് ഈ പരിണാമ സിദ്ധാന്തം പറയുന്നത്. സുബ്ഹാനല്ലാഹ്. എന്നാൽ ഇസ്ലാമിന്റെ മതസങ്കല്പം എന്ന് പറയുന്നത് ഇവർ ഈ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, നമുക്കറിയാം അവര് പറഞ്ഞത് എന്താണ്, കുറേ ദൈവങ്ങളിൽ നിന്ന് ഒരു ദൈവത്തിലേക്ക് എത്തി ഏകദൈവ വിശ്വാസം ഉണ്ടായി എന്നാണ് അല്ലെ. എന്നാൽ ഇസ്ലാമില് ശരിക്കും ഏകദൈവ വിശ്വാസമാണ് ഉണ്ടായത്. മനുഷ്യൻ ഒരു ദൈവ വിശ്വാസം അല്ലെ, ഒരേ ഒരു ഇലാഹേ ഉള്ളൂ എന്നുള്ള വിശ്വാസത്തിലാണ് ആരംഭിച്ചത്. പിന്നീട് അത് അധപതിച്ചാണ് ബഹുദൈവ ആരാധനയിലേക്ക് എത്തിയത്. എന്നിട്ട് ഓരോ സമയം എത്തുമ്പോഴും അതിനെ പുനരുജ്ജീവിപ്പിക്കുകയാണ്, വീണ്ടും ഏകദൈവ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്ന രീതിയിൽ എല്ലാ സമൂഹങ്ങളിലേക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ അയക്കുകയാണ്. അപ്പം തുടങ്ങിയത് ഏകദൈവ വിശ്വാസത്തിലാണ്, പിന്നീട് ഓരോ സമൂഹ
സമൂഹങ്ങളിലും ഈ പറഞ്ഞ പോലെ പല ഇൻഫ്ലുവൻസ് ഒക്കെ കാരണം അത് ദ്വൈതവാദം അല്ലെ, 2 ദൈവമായിട്ടും ട്രിനിറ്റി ആയിട്ടും അല്ലെ 3 ദൈവമായിട്ടും പിന്നെ അല്ലെങ്കിൽ പാന്തീസം അദ്വൈതവാദം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദൈവം എല്ലാത്തിലും ഉണ്ട്, ദൈവത്തിന്റെ കണം എല്ലാത്തിലും ഉണ്ടെന്നുള്ള പറയുന്ന പോലെ അങ്ങനെയുള്ള വിശ്വാസവും ബഹുദൈവ വിശ്വാസവും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഓരോ സമൂഹത്തിൽ മാറി മാറി വരുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സമൂഹത്തിലേക്ക് ഒരു പ്രവാചകനെ അയക്കും. അത് തിരിച്ച് ഏകദൈവത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അല്ലെ. എന്നിട്ട് പിന്നെയും സ്പ്ലിറ്റ് ആവും, പിന്നെയും പ്രവാചകനയക്കും. അതാണ് ഇസ്ലാമിലെ എന്താണ് ദൈവവിശ്വാസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മതം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഏകദൈവ വിശ്വാസികളായിട്ടാണ് ആരംഭിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹി ഇസ്ലാമിനെ അയച്ചപ്പോൾ ഒരേ ഒരു റബ്ബായിട്ടാണ് പഠിപ്പിച്ചിട്ട് മനുഷ്യന്മാരെ അയച്ചത്. വീണ്ടും 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 നമ്മൾ അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതാണ് ലോകത്തിന്റെ എന്താണ് മതത്തിന്റെ ഉള്ള വിശ്വാസം, ഇസ്ലാമിലെ ഏകദൈവ അല്ലെങ്കിൽ മതപരമായിട്ടുള്ള വിശ്വാസത്തിന്റെ ആ ഒരു ഇവല്യൂഷനും തമ്മിലുള്ള ഒരു വ്യത്യാസം. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ശരിക്കും ആദം അലൈഹി ഇസ്ലാം ഏകദൈവ വിശ്വാസം കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ എവിടെയോ ഒന്ന് ശിർക്ക് തുടങ്ങിയിട്ടുണ്ടാവും അല്ലെ. ഏത് പോയിന്റിലാണ് അത് തുടങ്ങിയത്, അതിനും വിശദീകരണം ഉണ്ട് നമുക്ക്. സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് വിശദമായിട്ട് തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്കറിയാം ആദം അലൈഹി ഇസ്ലാം ഈ പറഞ്ഞ പോലെ ഏകദൈവ വിശ്വാസവും കൊണ്ട് വന്നു. പിന്നീട് നൂഹ് അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ഓക്കെ സൂറത്ത് തഫ്സീറില് സൂറത്ത് നൂഹില് 23-ാമത്തെ ആയത്തിന്റെ തഫ്സീറിനകത്ത് ഈ കാര്യം വിശദമായിട്ട് പറയുന്നുണ്ട്. 23-ാമത്തെ ആയത്തിൽ പറയുന്നത് വഖാലു ലാ തദറുന്ന ആലിഹതകും വലാ തദറുന്ന വദ്ദം വലാ സുവാഅം വലാ യഊസ വലാ യഊഖ വനസ്ര. അവർ ജനങ്ങളോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ദൈവത്തെ വെടിയരുത്, വദ്ദിനെയും സുവാഇനെയും യഊസിനെയും യഊഖിനെയും നസ്രിനെയും കൈവിടരുത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ഒരു ആയത്തിന്റെ വിശദീകരണത്തിൽ പറഞ്ഞത് ഈ ഇതെല്ലാം ഓക്കെ നൂഹ് അലൈഹി ഇസ്ലാമിന്റെ നൂഹ് അലൈഹി ഇസ്ലാമിന്റെ ജനതയിലുള്ള വിഗ്രഹങ്ങളായിരുന്നു. ഇത് പിന്നീട് അറബികളുടെ ഇടയിൽ എന്താണ് അറബികൾ ആരാധിക്കുന്നതായിട്ട് മാറിയിട്ടുള്ള ദൈവങ്ങളാണ്. അതായത് വദ് എന്ന് പറയുന്നത് കൽബ് എന്ന് പറയുന്ന ഒരു ഗോത്രത്തിന്റെയും ഓരോ ഗോത്രങ്ങളുടെ പേരുണ്ട്, അതൊന്നും പഠിക്കേണ്ട, ജസ്റ്റ് പറഞ്ഞിട്ട് പോവാം. സുവ എന്ന് പറയുന്ന ദൈവം ഹുദൈൽ ഗോത്രത്തിന്റെയും, യൗസ് എന്ന ദൈവം ഹുതൈഫ് എന്ന ഗോത്രത്തിന്റെയും, യഊഖ് എന്ന ദൈവം ഹംദാൻ ഗോത്രത്തിന്റെയും, നസ്ർ എന്ന ദൈവം ദുൽഖല എന്ന ഗോത്രത്തിന്റെയും ദൈവങ്ങളായിരുന്നു. ഓക്കെ, ഈ വിഗ്രഹങ്ങളെല്ലാം നൂഹ് അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ജീവിച്ചിരുന്ന സച്ചരിതരായ ആളുകളായിരുന്നു. അദ്ദേഹത്തിന്റെ കാലത്തെ സ്വാലിഹായ ആൾക്കാരുടെ പേരുകളായിരുന്നു ഇവയെല്ലാം. ഇവരൊക്കെ മരിച്ചതിന് ശേഷം ഓക്കെ നൂഹ് അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് നല്ല അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അബ്ദുകളായിട്ടുള്ള സ്വാലിഹായിട്ടുള്ള ആൾക്കാര് ഇവർ മരിച്ചതിന് ശേഷം അടുത്ത ജനറേഷന്റെ അടുത്ത് ഇബ്ലീസ് ഇവരുടെയൊക്കെ ഒരു സ്റ്റാച്യു ഉണ്ടാക്കിയിട്ട് ആ പേരിട്ടിട്ട് ഒന്ന് വെച്ചാൽ എന്താ, അതെന്തിനു വേണ്ടിയിട്ടാ, നിങ്ങള് എന്താ അല്ലെ ഒരു ഓർമ്മപ്പെടുത്തലാവുമല്ലോ നിങ്ങൾക്ക് അവര് മരിച്ചു കഴിയുമ്പോൾ. അപ്പം അതിനു വേണ്ടിയിട്ട് നല്ല നല്ല കാര്യങ്ങൾ അവർ ചെയ്തത് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് മെമ്മോറിയൽ ആയിട്ട് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുള്ളതാ. പക്ഷേ എന്നിട്ട് അവരൊക്കെ മീറ്റ് ചെയ്യുന്ന അവരുടെ മീറ്റിംഗ് പ്ലേസിലൊക്കെ ഇതുപോലെയുള്ള അതായത് നല്ല ആളുകളുടെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വെക്കുമായിരുന്നു അവരുടെ നന്മയെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ പിന്നീടുള്ള ജനറേഷൻ, ഈ ജനറേഷൻ മരിച്ചു കഴിഞ്ഞപ്പം പിന്നീടുള്ള ജനറേഷൻ ഇതെന്തിനായിരുന്നു എന്നുള്ളത് അറിയില്ല അല്ലെ. ഇവരെ വിഗ്രഹങ്ങൾ എന്തിനാ ഉണ്ടാക്കിയിട്ടുള്ളത്, ഇവര് ചെയ്ത നന്മകൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതുപോലെ കൂടുതൽ ചെയ്യാൻ വേണ്ടി പ്രചോദനം കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ പിന്നീടുള്ള ജനറേഷൻ ഇതിന്റെ ഉദ്ദേശം മറന്നുപോയി. അപ്പം ഇബ്ലീസ് അവരുടെ ഇടയിൽ മനസ്സിലിട്ട് കൊടുത്തു, നിങ്ങൾക്ക് ഈ വിഗ്രഹങ്ങളെ ആരാധിക്കാലോ അല്ലെ, കാരണം ഇവർ കാരണമാണ് നിങ്ങൾക്ക് മഴ കിട്ടുന്നത്. അതുപോലെയുള്ള വിശ്വാസങ്ങൾ, അതുപോലെയുള്ള ഇബ്ലീസ് ഇട്ടുകൊടുത്തിട്ട് അവർക്ക് ശേഷമുള്ള ജനറേഷൻ ഈ വിഗ്രഹങ്ങളെ ആരാധിക്കാൻ തുടങ്ങി. അപ്പം ബേസിക്കലി ഇവരൊക്കെ എന്താണ്, നൂഹ് അലൈഹി ഇസ്ലാമിന്റെ കാലത്തുള്ള നല്ല മനുഷ്യന്മാരായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രീതിയിൽ ഇബാദത്ത് ചെയ്തുകൊണ്ടിരുന്ന സ്വാലിഹായിട്ടുള്ള മനുഷ്യന്മാരായിരുന്നു. അവരുടെ ശേഷം ഉള്ള കാലത്തിൽ പോലും അവരുടെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് ജസ്റ്റ് റിമൈൻഡർ ആയിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓർമ്മപ്പെടുത്തലായിട്ട് മാത്രമായിരുന്നു. പക്ഷെ പിന്നീടുള്ള ജനറേഷനിൽ എന്തായി, അത് മാറി മാറി മറിഞ്ഞ് അത് വിഗ്രഹാരാധനയായി മാറി അല്ലെ. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഓരോ ഇതുപോലെയുള്ള തെറ്റുകളും നമ്മളെ കണ്ണിന്റെ മുന്നിൽ കാണുമ്പോൾ അതിന്റെ ഹിക്മത്ത് അറിഞ്ഞ് അതിന്റെ റൂട്ട് അറിഞ്ഞ് അതിനെ നിർത്തേണ്ട ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും എത്രത്തോളം ഉണ്ടെന്ന് ആലോചിച്ച് നോക്കുക. അല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മളുടെ അടുത്ത ജനറേഷനെ അല്ലെ ഷിർക്കിലേക്ക് തള്ളി വിട്ടുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കി. ഇതുപോലെ ചെറിയ ചെറിയ
ഒരു പോയിന്റിന്റെ വ്യത്യാസത്തിലൊക്കെയാണ് ഇതുപോലെയുള്ള ഷിർക്കുകൾ കടന്നുകൂടുന്നത്. പിന്നീട് മനസ്സിലാവില്ല ആളുകൾക്ക് അല്ലെ. അപ്പൊ അത് നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. നമ്മൾ മനസ്സിലാക്കുകയും വേണം, പറഞ്ഞു കൊടുക്കാം. നമുക്ക് മനസ്സിലാക്കാണ്ട് നമുക്ക് പറയാൻ പറ്റുമോ? ഈ പറഞ്ഞ എന്തെങ്കിലും കാര്യം നമുക്ക് അറിയില്ലെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? അപ്പൊ നമ്മള് എല്ലാവരുടെയും മെയിൻ ആയിട്ടുള്ള ഉത്തരവാദിത്തങ്ങളിൽ പെട്ടതാണ് ഇത് മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കുക എന്നുള്ളതും ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ടേയിരിക്കുക എന്നുള്ളതും പറഞ്ഞ് 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 സ്പ്രെഡ് ആക്കിക്കൊണ്ടേയിരിക്കുക. കാരണം ചെറിയ ചെറിയ നൂലഴ വ്യത്യാസത്തിനാണ് തൗഹീദ് ഷിർക്കായിട്ട് മാറുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ ഒരു കാര്യം നല്ല വൃത്തിക്ക് ഈ പറഞ്ഞ ആയത്തിന്റെ തഫ്സീറിനകത്ത് പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ട് സഹാബാക്കൾ തന്നെ വിശദമായിട്ട് പറഞ്ഞ കാര്യത്തിൽ എങ്ങനെയാണ് ഈ പറഞ്ഞ പ്യുവർ ആയിട്ടുള്ള ഏകദൈവ വിശ്വാസം പിന്നീട് നമ്മളുടെ പൂർവികന്മാരുടെ ഇടയിൽ അത് ഷിർക്കായിട്ട് മാറിയത് എന്ന്. അപ്പം ഈ നമ്മൾ മുമ്പ് പറഞ്ഞ ഇസ്ലാമിക നമ്മൾ പറഞ്ഞല്ലോ അല്ലെ, മതപരിണാമ മാതൃകയിൽ പറഞ്ഞു. ഇസ്ലാമിന്റെ പരിണാമ മാതൃക എന്താണ്? ഏകദൈവ വിശ്വാസത്തിൽ നിന്ന് അത് അധപതിച്ചിട്ട് ബഹുദൈവ വിശ്വാസമായിട്ട് മാറുക ചെയ്തത്. അല്ലാതെ മറ്റൊരു പറയുന്ന പോലെ, സയൻസ് പറയുന്ന പോലെ ബഹുദൈവ വിശ്വാസത്തിൽ നിന്ന് എങ്ങനെയോ കറങ്ങിത്തിരിഞ്ഞ് ഏകദൈവ വിശ്വാസത്തിൽ എത്തിയതല്ല ഇത്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം അതിശക്തമായിട്ട് മനുഷ്യന്മാരുടെയോ മൃഗങ്ങളുടെയോ ഏതെങ്കിലും രീതിയിലുള്ള പിക്ചറൈസേഷൻ, സ്റ്റാച്യൂസ്, പെയിന്റിങ് ഒക്കെ സ്റ്റോപ്പ് ചെയ്യുന്നത്. ഒരു തരത്തിലും അല്ലെ അങ്ങനെയുള്ള ഒരു ഇമേജസ് നമ്മൾക്ക് വെക്കാനോ അതുള്ള എന്തെങ്കിലും വസ്ത്രങ്ങളോ എന്തെങ്കിലും കാര്യങ്ങൾ വീട്ടിൽ ഉപയോഗിക്കാനോ ഒന്നും നമുക്ക് പാടില്ല. ഈവൻ മൂസ അലൈഹിസ്ലാമിന്റെ അടുത്ത് സുബ്ഹാനല്ലാഹ് തൗറാത്ത് കൊടുത്തപ്പോൾ, ആ തൗറാത്തിൽ ഇപ്പോഴും ബൈബിളിലെ പഴയ പുസ്തകത്തിൽ ഉണ്ട്, നീ ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്, മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും, ഭൂമിക്ക് മീതെ വെള്ളത്തിൽ, ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലും യാതൊന്നിന്റെയും പ്രതിമ അരുത് എന്ന് പറഞ്ഞിട്ട് തൗറാത്തിൽ പോലും, അതായത് ബൈബിളിന്റെ പഴയ പുസ്തകത്തിൽ പോലും ഇപ്പോഴും അതുണ്ട്. സുബ്ഹാനല്ലാഹ്. പക്ഷേ നമുക്കറിയാം അല്ലെ, ക്രിസ്ത്യാനികള് ആദ്യമൊക്കെ അവര് നല്ല കറക്റ്റ് ആയിട്ട് ഏകദൈവ വിശ്വാസത്തിലൊക്കെ ആയിരുന്നു. പിന്നെ ഈ ഗ്രീക്ക്, റോമൻ അതൊക്കെ അവരുടെ ഇതിലേക്കും കടന്നു വന്നപ്പോൾ അവര് യേശുക്രിസ്തു പഠിപ്പിച്ചതിൽ നിന്നും അല്ലെ ഈസാ അലൈഹി സ്വലാം പഠിപ്പിച്ച ഏകദൈവ വിശ്വാസത്തിൽ നിന്നും തെറ്റിയവരാണ്. സുബ്ഹാനല്ലാഹ്. പിന്നെ അവർ ഈ പറഞ്ഞ പോലെ അവരിലെ എല്ലാ ഷഹീദുകളുടെയും അവരിലുള്ള വിശുദ്ധന്മാരുടെയും മദർ മേരിലെ മറിയം അലൈഹി ഇസ്ലാമിന്റെയും ഈസാ അലൈഹി ഇസ്ലാമിന്റെയും ഒക്കെ ഫോട്ടോസും പ്രതിമകളൊക്കെ ഉണ്ടാക്കി അവരും അതിനെ ആരാധിക്കാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെ ഏത് രീതിയിലും നമ്മൾ ഒരു പിക്ചറോ ഒരു സ്റ്റാച്യൂയോ വരയ്ക്കുകയോ ഉണ്ടാക്കുകയോ വീട്ടിൽ തൂക്കിയിടുകയോ എങ്ങനെ ഏതെങ്കിലും രീതിയിൽ നമ്മൾ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കഠിനമായ ശിക്ഷ തന്നെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ആയിഷ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിനകത്ത് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വന്ന സമയത്ത് ഒരു കേർട്ടൻ അല്ലെ, ആ കേർട്ടന്റെ മുകളിൽ ഒരു ചിറകുള്ള കുതിരയുടെ ഫോട്ടോ കാണുണ്ടായി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, പരലോകത്ത് ഏറ്റവും കഠിനമായ ശിക്ഷ ലഭിക്കുന്നവരാണ് ഈ കൂട്ടര്. പ്ലസ് യൗമുൽ ഖിയാമയിൽ അള്ളാഹു സുബ്ഹാനഹു തആല അല്ലെ അള്ളാഹുവിനോടൊപ്പം സൃഷ്ടിപ്പിൽ മത്സരിക്കുന്നവരായിട്ട് കണക്കാക്കിയിട്ട് അവർക്ക് ജീവൻ കൊടുക്കാൻ വേണ്ടിയിട്ട് പറയാം. സുബ്ഹാനല്ലാഹ്. മാത്രമല്ല മലായിക്കത്ത് ഇത്തരത്തിലെ പിക്ചേഴ്സ് ഉള്ള വീട്ടുകളിൽ എൻ്റർ ചെയ്യേയില്ല. ഇതുപോലെയുള്ള പിക്ചറുകളോ സ്റ്റാച്യൂസോ ഉള്ള വീട്ടുകളിൽ എൻ്റർ ചെയ്യേയില്ല. അപ്പൊ തന്നെ അത് കട്ട് ചെയ്ത് അല്ലെ, അതുകൊണ്ട് ആ പിക്ചേഴ്സ് ഒക്കെ കളഞ്ഞ് പില്ലോ ആക്കി മാറ്റിയെന്ന് സഹീഹ് ബുഖാരിയിൽ വന്നിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. അപ്പം ഇത്തരത്തില് ഒരു തരത്തിലും നമ്മൾ ഷിർക്കിന്റെ അടുത്തേക്ക് പോലും പോകുന്ന ഒരു തരത്തിലുള്ള ആചാരങ്ങളെയും കാര്യങ്ങളെയും നമ്മൾ പ്രോത്സാഹിപ്പിച്ചുകൂടാ. അപ്പൊ ഇതിന്റെ തന്നെ കൂടെ ഭാഗമായിട്ട് നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ് സദ്വൃത്തരെ അമിതമായിട്ട് പ്രശംസിക്കല്. സുബ്ഹാനല്ലാഹ്. നമ്മളൊക്കെയും അല്ലെ അറിഞ്ഞോ അറിയാതെയോ പെട്ടുപോകുന്ന ഒരു കാര്യമാണ് ഇത്. സുബ്ഹാനല്ലാഹ്. നൂഹ് അലൈഹി ഇസ്ലാമിന്റെ ആ ഒരു സമയത്ത് ആ ഒരു സ്റ്റോറി നമ്മൾ കണ്ടതാണ് അല്ലെ, എങ്ങനെയാണ് ഷിർക്ക് ആദ്യമായിട്ട് വന്നതെന്ന്. അതെങ്ങനെയാണ് ഈ പറഞ്ഞ സദ്വൃത്തരോടുള്ള എക്സസീവ് ആയിട്ടുള്ള അമിതമായിട്ടുള്ള ഇഷ്ടവും അവരെ പുകഴ്ത്തലും. അവർക്കൊരു നഷ്ടം വന്നിട്ടില്ല അല്ലെ, അവര് മാഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അടുത്ത് വളരെ പ്രിയപ്പെട്ടവർ തന്നെയാണ്. പക്ഷെ അവരെ പുകഴ്ത്തി അവരെ അമിതമായിട്ട് പ്രശംസിക്കുകയും അമിതമായി സ്നേഹിക്കുകയും ചെയ്തതിന്റെ പേരിൽ പിന്നീട് ദീനിലേക്ക് ഷിർക്ക് കടന്നു വരികയാണ്. ആ വിഗ്രഹാരാധനയുടെ ഒരു ബേസ് പോലും അതായിട്ട് മാറുകയാണ്. സുബ്ഹാനല്ലാഹ്. ഈവൻ ബുദ്ധന്റെയും യേശുക്രിസ്തുവിന്റെയും ഒക്കെ ഈ പിക്ചർ ഒക്കെ ആരാധിക്കാനും ഒക്കെ ഉള്ള കാരണം ഇവർക്ക് ഈ പറഞ്ഞ പോലെ അമിതമായ സ്നേഹവും അല്ലെ. ഇപ്പൊ നമ്മൾ വിചാരിക്കും ഇപ്പൊ നമ്മളതൊന്നും ചെയ്യുന്നില്ലല്ലോ, നമുക്ക് ഇഷ്ടപ്പെട്ടവരെ നമ്മൾ പുകഴ്ത്തുന്നല്ലേ ഉള്ളൂ എന്ന്. ഇത് നമ്മൾ ഈ ഹിസ്റ്ററി പഠിക്കേണ്ട ഒരു ആവശ്യം ഇതാണ്. ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെ, പലപ്പോഴും നമ്മുടെ ദീനിൽ തെറ്റായ പല കാര്യങ്ങളുടെ അടുത്തേക്ക് പോലും പോരുതെന്ന് പറയുന്നത് എന്തുകൊണ്ടാ? അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഹിക്മത്ത് എന്താ? അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് പെട്ടുപോകും അല്ലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പലപ്പോഴും കൽപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ ഇന്ന തിന്മയുടെ അടുത്തേക്ക് പോലും
പോകരുത്. അപ്പം ഇത് ചരിത്രങ്ങളിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും അത് സംഭവിക്കാം. അതുകൊണ്ട് നമ്മൾക്കിടയിലുള്ള അല്ലെ, നമ്മൾക്ക് തോന്നുന്ന സച്ചരിതരാണെന്ന് നമ്മൾ വിചാരിക്കുന്ന ആളുകളോടുള്ള അമിതമായ സ്നേഹവും അമിതമായ പ്രശംസയും. കാരണം എപ്പോഴും ഏറ്റവും വലിയ സ്നേഹം എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെ. അപ്പം അതിനപ്പുറത്തേക്ക് നമുക്ക് അള്ളാഹുവിനെ കാണുന്നതിനോടുള്ള ഇഷ്ടത്തിനേക്കാളും നമുക്ക് ഏതെങ്കിലും ആളുകളെ കാണുന്ന ഒരു ഇഷ്ടവും അങ്ങനെയൊക്കെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ പോലും അറിയാതെ ഈ പറഞ്ഞ ഏറ്റവും വലിയൊരു തിന്മയ്ക്ക് അല്ലെ, ഏറ്റവും വലിയ തിന്മയാണ് ഷിർക്കിനെ നമ്മൾ വഴിവെച്ച് കൊടുക്കുകയാണെന്ന് മനസ്സിലാക്കാം. അപ്പം ഈ പറഞ്ഞ എക്സസീവ് പ്രൈസിനകത്തുള്ള ഒളിഞ്ഞു കിടക്കുന്ന അപകടം അറിഞ്ഞതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും സഹാബാക്കളോടും അല്ലെ മുസ്ലിങ്ങളോടും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. എന്നെ നിങ്ങൾ എന്റെ ശരിക്കുള്ള വേർത്തിന് അപ്പുറത്തേക്ക് നിങ്ങൾ പ്രശംസിക്കരുത്. ലാ തുത്രുനി കമാ അത്വർതൻ നസ്വാറ ഇബ്നു മറിയം അല്ലെ, എങ്ങനെ ക്രൈസ്തവര് മറിയമിന്റെ മകനെ പുകഴ്ത്തിയോ അതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്തരുത്. ഫ ഇന്നമാ അന അബ്ദുഹു, തീർച്ചയായും ഞാൻ അള്ളാഹുവിന്റെ ഒരു അടിമയാണ്. ഫഖൂലു അബ്ദുല്ലാഹി വ റസൂലു, എന്നെ നിങ്ങൾ എന്ത് പറയാ, അള്ളാഹുവിന്റെ അടിമയെന്നും റസൂൽ എന്നും മാത്രം നിങ്ങൾ പറയാം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലും ഒരു പരിധിയിൽ കൂടുതൽ പുകഴ്ത്തരുതെന്ന് പഠിപ്പിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോയിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ എത്രത്തോളം ആ കാര്യം ശ്രദ്ധിക്കണം എന്ന് ആലോചിക്കുക. കാരണം ആ ഒരു സമയത്ത് ക്രിസ്ത്യാനികളുടെയും ജൂതന്മാരുടെയും ഒക്കെ പ്രാക്ടീസ് ആയിരുന്നു അവർക്ക് ഇഷ്ടമുള്ള അല്ലെ, അവരുടെ പ്രിയപ്പെട്ട സച്ചരിതരായിട്ടുള്ള ആളുകളുടെ പേരില് അല്ലെ വിഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാക്കി അതിന് ഇബാദത്ത് ചെയ്യാന്നുള്ളത്. അപ്പം ആ ഒരു അവസ്ഥയിലേക്ക് ക്രിസ്ത്യാനികൾ അങ്ങനെയാണ് ബഹുദൈവ വിശ്വാസത്തിൽ എത്തിപ്പെട്ടത് അല്ലെ. അപ്പൊ അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾ ഒരുപാട് അങ്ങ് പുകഴ്ത്തണ്ട, ഞാൻ അബ്ദുള്ള ആണ് അല്ലെ, റസൂലുള്ളയാണ്, അങ്ങനെ നിങ്ങൾ എന്നെ കണ്ടാ മതി എന്ന് പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ ഒരു അവരുടെ ഈ ഒരു പ്രാക്ടീസിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിശിതമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. അപ്പൊ അതേപോലെ ഭാവിയിൽ ആരും എന്താണ് ഇത്തരത്തിലുള്ള വിഗ്രഹാരാധനയ്ക്ക് വഴിവെച്ച് കൊടുക്കുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള ഒരു എക്സസീവ് പ്രൈസോ എന്തെങ്കിലും ചെയ്യുന്നതിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് തന്നെ തടയിട്ടതിനുള്ള തെളിവാണ് ഇതെല്ലാം. സുബ്ഹാനല്ലാഹ്. ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്ത വേറൊരു ഹദീസിനകത്ത് അബ്സീനിയയിൽ അവർ കണ്ട ചില ഖനീസ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻസിന്റെ വർഷിപ്പ് ആരാധന അല്ലെ അവരുടെ ചർച്ച് എന്ന് വിചാരിക്കാം. ഓക്കെ, അവിടെയുള്ള ചിത്രപ്പണികളെ കുറിച്ചും ഉമ്മു ഹബീബയും ഉമ്മു സലമയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വെച്ച് സംസാരിച്ചു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അവരുടെ കൂട്ടത്തിൽ ഏതെങ്കിലും സ്വാലിഹായ ഒരാൾ മരണപ്പെട്ടാൽ അയാളുടെ ഖബറിന് മീതെ ആരാധനാലയം നിർമ്മിക്കുകയും അവിടെ ചിത്രപ്പണികൾ ചെയ്തു വെക്കുകയും ചെയ്യും. ഖിയാമത്ത് നാളിൽ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും മോശമായ കൂട്ടരാണവർ. സുബ്ഹാനല്ലാഹ്. മാത്രമല്ല ഈ ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏകദേശം മരണത്തോടടുത്ത ഒരു സമയത്താണ് ഉമ്മു സലമയുടെ അടുത്ത് പറഞ്ഞതെന്നും പറയപ്പെടുന്നുണ്ട്. അപ്പം അത്രയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിഷമിച്ചിരുന്ന അല്ലെങ്കിൽ ഭയപ്പെട്ടിരുന്ന ഒരു കാര്യമായിരുന്നു അദ്ദേഹത്തിന് ശേഷമുള്ള ആ ഒരു സമൂഹം അല്ലെ. അതും എന്താ പറഞ്ഞിട്ടുള്ളത്, ഏറ്റവും മോശപ്പെട്ട മനുഷ്യന്മാരിൽ ഏറ്റവും മോശപ്പെട്ട കൂട്ടരാണ് അവർ. സുബ്ഹാനല്ലാഹ്. സ്ട്രിക്റ്റ് ആയിട്ട് പ്രൊഹിബിറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് മുസ്ലിങ്ങളുടെ അടുത്ത്, ഒരു ഒഴിവും ഇല്ലാത്ത രീതിയിൽ. സുബ്ഹാനല്ലാഹ്. കാരണം ഇവിടെ രണ്ട് രീതിയിലുള്ള കാര്യങ്ങളാണ് എന്താണ് വിഗ്രഹാരാധനയുടെ അടിസ്ഥാനം ആകുന്ന രണ്ട് രീതിയിലുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ഒന്ന്, ഈ മരിച്ച ആളുകളുടെ മേലിൽ അവരുടെ ഖബറിന്റെ മേലെ സൗധങ്ങൾ പണിയ അല്ലെ, മഖബറകൾ പണിയ. രണ്ട്, പിക്ചറുകൾ ഉണ്ടാക്കുക, അവരുടെ ഫോട്ടോസും ചിത്രപ്പണികളും ഉണ്ടാക്കുക ചെയ്യാന്നുള്ളത്. ഇത് രണ്ടും ഷിർക്കിലേക്ക് നയിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ എന്താണ് നൂഹ് അലൈഹിസ്സലാമിന്റെ കാലത്ത് സച്ചരിതരായ ആളുകൾ കാരണം അവരോടുള്ള അമിതമായ പ്രശംസ കാരണം എങ്ങനെ ഷിർക്ക് ഉണ്ടായോ, ശരിക്കും ഷിർക്കിന്റെ റൂട്ട് അതാണ് അല്ലെ. ആ റൂട്ട് പോലും വേണ്ടാന്നാ നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ ആലോചിക്കുക, നമ്മളും ഈ നമ്മളിപ്പോ ഈ ക്ലാസ് കേട്ട് തുടങ്ങിയപ്പോ തന്നെ വിചാരിച്ചിട്ടുണ്ടാവോ ഖബറാരാധനയല്ലേ, നമുക്കതൊന്നും ഇല്ലല്ലോ എന്ന് അല്ലെ. സുബ്ഹാനല്ലാഹ്, നമ്മളൊന്നും ഖബറാരാധന ചെയ്യുന്ന ആൾക്കാരല്ലല്ലോ എന്ന്. പക്ഷെ ഇത് എവിടുന്ന് തുടങ്ങിയതാ, റൂട്ട് എവിടെയാ, ആ റൂട്ടിന് കാരണമായത് നമ്മളൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക അല്ലെ. അത് പെട്ടെന്ന് ഒറ്റ ജനറേഷനിൽ ഉണ്ടായതൊന്നുമല്ല, അത് ഓരോ ജനറേഷൻ കഴിഞ്ഞ ഒരു 3 ജനറേഷന്റെ ഉള്ളിലാണ് അത് ഷിർക്കായിട്ട് മാറിയത്. അപ്പം ആ ഒരു ഷിർക്കിന്റെ റൂട്ട് നമ്മൾ വകവെച്ച് കൊടുക്കുന്നുണ്ടോ, അതിനുള്ള കാരണക്കാർ നമ്മൾ ആവുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. ഒരു ഷിർക്കിന് തുടക്കം കുറിക്കാൻ അല്ലെ, അറിഞ്ഞോ അറിയാതെയോ അതിന് തുടക്കം കുറിക്കുന്ന ആളുകൾ പോലും അത് മനസ്സിലാക്കിയതിന് ശേഷവും ആ തെറ്റ് ചെയ്യുമെന്ന് നമ്മൾ ബലം പിടിച്ചിട്ട് അങ്ങനെ വരുന്നവരുടെ കൂട്ടത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. ഇനി ഖബർ നിയന്ത്രണങ്ങൾ.
നമ്മൾ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏകദേശം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ അവസാന കാലത്തേക്ക് ഭയങ്കര ശക്തമായിട്ട് വാൺ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അറിയാവുന്ന ഉമ്മത്തിന്റെ ഏറ്റവും വലിയ പരീക്ഷണങ്ങളിൽ ഒന്നായിരിക്കും എന്ത് ഈ പറഞ്ഞ ഖബർ ആരാധന. നമുക്കറിയാം ഇസ്ലാമിന്റെ ആദ്യകാലങ്ങളിൽ ഖബർ സന്ദർശനം എന്ന് പറയുന്നത് ശരിക്കും ഇസ്ലാമിൽ നിരോധിക്കപ്പെട്ട കാര്യം തന്നെയായിരുന്നു അല്ലെ. ആദ്യകാല സമയത്ത് നിങ്ങൾ ഖബർ സന്ദർശിക്കുന്നത് നിരോധിച്ചിരിക്കുന്നു എന്ന് തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു. തൗഹീദ് ശരിയായ രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു ബാൻ അല്ലെ, ഖബർ നിങ്ങൾ സന്ദർശിക്കരുതെന്ന് പറഞ്ഞ ആ ഒരു എന്താ പറയാ നിരോധനം എടുത്ത് മാറ്റിയത്. സുബ്ഹാനല്ലാഹ്. അപ്പം അതിനുള്ള കാരണം എന്താണ്? ഈ പറഞ്ഞ ആ സമയത്തിലെ പ്രീ ഇസ്ലാമിക് സമയത്ത് അല്ലെങ്കിൽ ജാഹിലിയ കാലത്ത് ഖബർ ആരാധന ഭയങ്കര അധികമായിട്ടുള്ള ഒരു കാലമായിരുന്നു. അപ്പൊ ആ സമയത്ത് ഖബർ വിസിറ്റ് ചെയ്യൽ പോലും, ഖബർ സിയാറത്ത് ചെയ്യൽ പോലും അനുവദിച്ചിരുന്നെങ്കിൽ അത് ശിർക്കിൽ പെടുമായിരുന്നു. അതുകൊണ്ട് തൗഹീദ് ശരിക്കും ഉറപ്പിച്ചതിന് ശേഷമാണ് ഖബർ സന്ദർശനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുവദിച്ചിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. ബുറൈദ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഖബറുകൾ സന്ദർശിക്കുന്നത് നിങ്ങളോട് ഞാൻ നിരോധിച്ചിരുന്നു. മുഹമ്മദിന് തന്റെ ഉമ്മയുടെ ഖബർ സന്ദർശിക്കുവാൻ അനുവാദം ലഭിച്ചിരിക്കുന്നു. അതിനാൽ നിങ്ങൾ ഖബറുകൾ സന്ദർശിച്ചു കൊള്ളുക, അത് നിങ്ങളെ പരലോകത്തെ ഓർമ്മിപ്പിക്കും. അത് പിന്നീട് ഉണ്ടായതാണ് ഈ ഒരു അനുവാദം. സുബ്ഹാനല്ലാഹ്. ഇനി ഇങ്ങനെയൊക്കെ അനുവാദം ഉണ്ടെന്നുണ്ടെങ്കിലും ആ ഖബർ സന്ദർശനത്തിന് പലതരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടുണ്ട്. ഒരു 7 നിബന്ധനകൾ നമുക്ക് കാണാം ഖബർ സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പം ഇത് പറയുമ്പം ഇതിന്റെ കൂടെ ചേർത്ത് പറയേണ്ട ഒരു കാര്യം, കാരണം നമ്മൾ കേൾക്കുന്നവരധികം സ്ത്രീകളാണല്ലോ, സ്ത്രീകൾ ഖബർ സന്ദർശിക്കുന്നതിനെ കുറിച്ച്. അപ്പം ഈ ഒരു കാര്യത്തിൽ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്. ഖബർ സന്ദർശിക്കുന്നത് അനുവദനീയമാണെന്ന് പറയുന്ന അഭിപ്രായങ്ങളുണ്ട്, കംപ്ലീറ്റ് നിരോധിച്ചിരിക്കുന്നു എന്ന് പറയുന്ന അഭിപ്രായങ്ങളുണ്ട്. എന്നാൽ അല്ല, നിരോധിച്ചിരിക്കുന്നു വെച്ചാൽ കറാഹത്താണ്, അതായത് പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന ഒന്നല്ല എന്ന് പറയുന്ന അഭിപ്രായമുണ്ട്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞത് അനുവദിച്ചിട്ടുണ്ട്, പ്രോത്സാഹിപ്പിക്കുന്നില്ല, ഹറാമാണ്. അങ്ങനെ ഈ 3 രീതിയിലുള്ള അഭിപ്രായങ്ങൾ പണ്ഡിതന്മാരുടെ ഇടയിലുണ്ട്. മെജോറിറ്റി അഭിപ്രായവും സ്ത്രീകൾ ഖബർ സന്ദർശിച്ചുകൂടാന്നുള്ളതാണ്. എന്നാലും ഓരോ കൂട്ടർക്കും അവരുടേതായ എന്താ പറയാ തെളിവുകളുണ്ട്, അല്ലാഹു അഅലം. അപ്പം ഓരോരുത്തരും അത് അവനവന്റെ അറിവും ഈ കാര്യത്തിനെ കുറിച്ച് കൂടുതൽ റിസർച്ച് ഒക്കെ ചെയ്ത് മനസ്സിലാക്കി തീരുമാനമെടുത്ത് അള്ളാഹുൽ തവക്കുൽ ചെയ്തിട്ട് ഈ ഒരു കാര്യത്തിൽ മുന്നോട്ട് പോവാം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പം നമുക്ക് ഖബർ നിയന്ത്രണങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഏകദേശം 7 കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. അപ്പം ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഖബർ ആരാധനയ്ക്ക് തടസ്സം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു നിയമം എന്ന് പറയുന്നത് ഖബർ സ്ഥാനങ്ങളിൽ വെച്ച് അല്ലെങ്കിൽ ഖബർ ഉള്ള സ്ഥലങ്ങളിൽ വെച്ചിട്ട് ഒരു തരത്തിലുള്ള നമസ്കാരങ്ങളും അനുവദനീയമല്ല. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിനകത്ത്, അബൂദാവൂദിൽ വന്നതാണ്, അൽബാനി സ്വഹീഹാക്കിയതാണ്, അൽ അർദു കുല്ലുഹാ മസ്ജിദുൻ ഇല്ലൽ ഹമ്മാമ വൽ മഖ്ബറ, വിസർജ്യ സ്ഥലങ്ങളും ഖബറിടങ്ങളും ഒഴികെ ഭൂമി മുഴുവൻ മസ്ജിദ്, അതായത് പ്രാർത്ഥനയ്ക്കുള്ള സ്ഥലമാണ്. അതുകൊണ്ട് ഖബറുകളിൽ നമസ്കാരം അനുവദനീയമല്ല. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിനകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ടുണ്ട്, സൊല്ലു ഫി ബുയൂത്തിക്കും വലാ തത്തഖിദൂഹാ ഖുബൂറ, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ വെച്ച്, അതായത് നിങ്ങൾ വീടുകളിൽ നമസ്കരിക്കുക, പക്ഷെ വീടുകളെ നിങ്ങൾ ഖബറുകളാക്കരുത്. കാരണം ഖബറുകളിൽ നമസ്കാരം അനുവദനീയമല്ലല്ലോ. ഇത് നസായി റിപ്പോർട്ട് ചെയ്തതാണ്, സ്വഹീഹാക്കിയിട്ടുള്ള ഒരു ഹദീസാണ്. നമുക്കറിയാം വീടുകളിൽ അല്ലെ, നമ്മളടുത്ത് പ്രത്യേകിച്ച് പുരുഷന്മാരുടെ അടുത്ത് സുന്നത്ത് നമസ്കാരങ്ങൾ വീടുകളിൽ നിസ്കരിക്കാൻ പറയുന്നുണ്ട്. കാരണം വീടുകളിൽ നമസ്കാരം വേണം, അത് മഖ്ബറകളാക്കരുത് എന്നുള്ളത് കൊണ്ട്. അത് വീടുകളിൽ നമസ്കരിച്ചിട്ടില്ലെങ്കിൽ അത് ഖബറിന് തുല്യം ആയി പോകും. സുബ്ഹാനല്ലാഹ്. അപ്പം ശരിക്കും എന്താണ്, ഖബർ ഉള്ള സ്ഥലത്ത് വെച്ച് അള്ളാഹു സുബ്ഹാന തആലയുടെ അടുത്ത് ദുആ ചെയ്യുക അല്ലെങ്കിൽ നമസ്കരിക്കുക എന്നുള്ളത് ശിർക്കല്ല. പക്ഷേ അറിവില്ലാത്ത ആളുകള് ശൈത്താന്റെ ഇൻഫ്ലുവൻസിൽ അവിടെ ചെന്ന് നമസ്കരിക്കുമ്പോൾ, ഇത് ഖബറിലുള്ള ആളുകളോടാണ് പ്രാർത്ഥിക്കുന്നത്, അവർക്ക് വേണ്ടിയാണ് അല്ല, അവർക്ക് വേണ്ടിയാണ് ആക്ച്വലി നമ്മൾ പ്രാർത്ഥിക്കുന്നതെങ്കിലും അത് അങ്ങനെയല്ല, അവരോടാണ് പ്രാർത്ഥിക്കുന്നത് എന്നുള്ള ആ ഒരു തെറ്റിദ്ധാരണ വരാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ആ ശിർക്കിലേക്ക് എത്താൻ പോലെയുള്ള സാധ്യതയായിട്ടുള്ള ഖബറുകളിലുള്ള നമസ്കാരങ്ങളെ തടഞ്ഞിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. അപ്പം അത് കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. വേറെ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, നമുക്കറിയാം നമ്മുടെ ജനാസ നമസ്കാരങ്ങൾ ഒരിക്കലും ഖബർസ്ഥാനിലല്ല ചെയ്യുന്നത് അല്ലെ. അത് അതിനു വേണ്ടി വേറെ തന്നെ സ്ഥലം, വേറെ തന്നെ പള്ളികളിലോ അല്ലെങ്കിൽ വീടുകളിലോ ഒക്കെ ആയിട്ടാണ് ജനാസ നമസ്കരിക്കുന്നത്. മാത്രമല്ല നമ്മൾ ജനാസ നമസ്കരിക്കുമ്പം അപ്പം ഇമാമിന്റെ മുമ്പിൽ മയ്യത്ത് വെക്കും അല്ലെ. സുബ്ഹാനല്ലാഹ്. മയ്യത്തിന്റെ നേരെ ഫേസ് ചെയ്തിട്ടാണ് നമ്മൾ നമസ്കരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനാസ നമസ്കാരത്തിൽ റുക്കുവും ഇല്ല, സുജൂദും ഇല്ല അല്ലെ.
കാരണം ഒരു തരത്തിലും അത് നമ്മൾ അവരുടെ അടുത്താണ്, ആ ഒരു മരിച്ച ആളുകൾക്കാണ് സുജൂദ് ചെയ്യുന്നത് അല്ലെങ്കിൽ റുക്കൂ ചെയ്യുന്നത് എന്നുള്ള ഒരു ചിന്ത വരാതിരിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെയുള്ള ആ ഒരു തെറ്റിദ്ധാരണയിലേക്ക് പോലും പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം ജനാസ നമസ്കാരത്തിൽ മാത്രമേ ഉള്ളൂ റുക്കുവും സുജൂദും ഇല്ലാത്തത് നമ്മുടെ അറിവിലല്ലേ. സുബ്ഹാനല്ലാഹ്. ആക്ച്വലി നമ്മൾ അവിടെ അപ്പം ജനാസ നമസ്കരിക്കുമ്പം അവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്, അല്ലാണ്ട് അവരോടല്ല പ്രാർത്ഥിക്കുന്നത്. ഈവൻ അതിന്റെ വാക്കുകളും അല്ലെ, ആ ദ്വായുടെ വാക്കുകളെല്ലാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വാക്കുകളാണ്, ഒരിക്കലും അവരോട് പ്രാർത്ഥിക്കുന്നത് അല്ല. അപ്പൊ അത്ര പോലും ഓരോ കാര്യത്തിലും നല്ല കണിശമായിട്ടുള്ള നിയമങ്ങൾ നമ്മുടെ ദീനിൽ കൊണ്ടുവന്നിട്ടും സുബ്ഹാനല്ലാഹ് ഇത്രയും ആളുകൾ അതിൽ നിന്ന് തെറ്റിപ്പോയിട്ടുണ്ട്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇനി രണ്ടാമത്തെ നിയമം എന്ന് പറയുന്നത് മനഃപൂർവ്വം ഖബറിന്റെ ഡയറക്ഷനിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കുക എന്നുള്ളത്. ഓക്കെ, കാരണം നമ്മൾ ആരെങ്കിലും അതിപ്പം അറിഞ്ഞുകൊണ്ട് ഓക്കെ ഖബറിന്റെ ഡയറക്ഷനിലേക്കാണ് തിരിഞ്ഞ് നമസ്കരിക്കുന്നതെന്ന് ഉദ്ദേശം അതേ നീയത്ത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നമസ്കരിക്കല് തെറ്റാണ്. കാരണം പിന്നീട് ഇത് കണ്ടിട്ടുള്ള അറിവില്ലാത്ത ആളുകൾ വിചാരിക്കും ഓ ഇവര് എന്താണ് മരിച്ചവരോടാണ് ദുആ ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു തെറ്റായ ധാരണ പോലും ഇല്ലാത്ത രീതിയിൽ ഈ കാര്യങ്ങൾക്ക് നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ലാ തജ്ലിസു അലൽ ഖുബൂരി വലാ തുസല്ലു ഇലൈഹ. അബൂ മർസദ് അൽ അനവി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത മുസ്ലിമിൽ വന്നിട്ടുള്ള റിപ്പോർട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഖബറുകൾക്ക് മേൽ ഇരിക്കരുത്, അതിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കുകയും ചെയ്യരുത്. സുബ്ഹാനല്ലാഹ്. ഇനി അടുത്തത് ഖബറിന്റെ സ്ഥലങ്ങളിൽ ഖുർആൻ പാരായണം അനുവദനീയമല്ല. ഇതില് ഖബറിലേക്ക് വരുമ്പം എന്താണ് ദുആ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചതിന് നമ്മൾ മുമ്പ് ഖബറിന്റെ നമ്മൾ ഹജ്ജിന്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ഖബറിന്റെ വഴി പാസ് ചെയ്യുമ്പം അവരെ കാണുമ്പോൾ നമുക്ക് വേണ്ട ദുആ എന്താണെന്ന്. ഇത് വേറൊരു റിപ്പോർട്ടാണ് മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിനകത്ത് ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് പറയുന്നുണ്ട്, അസ്സലാമു അലാ അഹ്ലി ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീന വയർഹമുല്ലാഹുൽ മുസ്തഖ്ദിമീന മിന്ന വൽ മുസ്തഖിരീന വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിഹും ലാഹിഖൂൻ. വിശ്വാസികളിലും മുസ്ലിങ്ങളിൽ നിന്നുള്ള ഈ വാസസ്ഥലങ്ങളിലെ അതായത് ഖബറുകളിലെ നിവാസികൾക്ക് സമാധാനം ഉണ്ടാകട്ടെ. മുമ്പേ പോയവരോടും പിന്നീട് പോകുന്നവരോടും അള്ളാഹു കരുണ കാണിക്കട്ടെ. അള്ളാഹു ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞങ്ങളും നിങ്ങൾക്കൊപ്പം ചേരും. അപ്പോൾ അതാണ് അവരുടെ അടുത്ത് പറയേണ്ടത്. പിന്നെ വേറൊരു റിപ്പോർട്ടിനകത്ത് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത വേറൊരു ഹദീസിനകത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട്, ലാ തജഅലു ബുയൂതികും മഖാബിറ ഇന്ന ശൈത്വാന യംഫിറു മിനൽ ബൈത്തിൽ ലദീ തഖറഉ ഫീഹി സൂറത്തുൽ ബഖറ. നിങ്ങളുടെ വീടുകൾ മഖബറകൾക്ക് സമാനമാക്കരുത്, സൂറത്തുൽ ബഖറ ഓതപ്പെടുന്ന വീട്ടിൽ നിന്ന് പിശാച് ഓടിപ്പോകും. അതായത് ഖബറുകളിൽ പോലെ ആക്കരുത് എന്ന്, അതായത് ഖുർആൻ ഓതാതെ നിങ്ങളുടെ വീടുകൾ ഖബറുകൾ പോലെ ആക്കരുത് എന്ന്. ഖബറുകളിൽ ഖുർആൻ ഓതലും എന്താണ് നിയമപ്രകാരം വിരോധിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. നമ്മുടെ വീടുകളിൽ ഖുർആൻ ഓതൽ എന്താണ് പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടും ഉണ്ട്. ഇനി അടുത്തത് നാലാമത്തത് കവറുകൾ പൊക്കിക്കെട്ടി അതിനെ വൈറ്റ് വാഷ് ചെയ്ത് തറയുടെ നിരപ്പിൽ നിന്ന് ഉയർത്തുന്നതെല്ലാം എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരോധിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള എന്തൊരു സംഭവം കണ്ടു കഴിഞ്ഞാലും അതിനെ പൊളിച്ചിട്ട് ഗ്രൗണ്ട് ലെവൽ ആക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അബൂ ഹിയാജുൽ അസദിനോട് അലി റളിയല്ലാഹു അൻഹു കൊടുത്ത ഒരു നിർദ്ദേശമാണ്. ഇത് മുസ്നദ് അഹ്മദിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്നെ റസൂൽ നിയോഗിച്ച കാര്യത്തിന് ഞാൻ താങ്കളെ നിയോഗിക്കട്ടെയോ? ഒരു ചിത്രങ്ങളും മായ്ച്ചു കളയാതെ വിടരുത്, ഉയർന്നു നിൽക്കുന്ന ഒരു ഖബറും നീ തട്ടി നിരപ്പാക്കാതെ ഉപേക്ഷിക്കരുത്. അലി റളിയല്ലാഹു അൻഹു കൊടുത്ത ഒരു കൽപ്പനയാണ്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, ഏതൊരു വിഗ്രഹങ്ങളും അല്ലെങ്കിൽ ചിത്രങ്ങളും കണ്ടു കഴിഞ്ഞാൽ അതിനെ നീ നശിപ്പിച്ച് കളയണം. അതേപോലെ ഏതെങ്കിലും ഖബറുകൾ തറനിരപ്പിന്റെ അതായത് ഒരു കൈപ്പത്തി ഹൈറ്റിൽ പോലും ഉയർത്തിയിട്ടുണ്ടെങ്കിൽ അതിന് എന്താണ് ഇത് കൈപ്പത്തി ഹൈറ്റിന്റെ മേലെ ഉയർത്തിയിട്ടുണ്ടെങ്കിൽ അതിന് നിരപ്പാക്കി കളയണം എന്നുള്ള ഒരു കൽപ്പന കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തറനിരപ്പിൽ നിന്ന് ഉയർത്തുന്നതിനെയും അതിനെ വൈറ്റ് വാഷ് ചെയ്ത് ഭംഗിയാക്കുന്നതിനും വിരോധിച്ചിട്ടുണ്ട്. ഇനി അഞ്ചാമത്തത്, ഖബറിന് മുകളിൽ മസ്ജിദ് പണിയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യക്തമായിട്ട് നിരോധിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം ആസന്നമായ ഒരു സമയത്തുള്ള ഒരു ആയിഷ റളിയല്ലാഹു അൻഹ എന്നുള്ള ഒരു ഹദീസാണ്. ബുഖാരി മുസ്ലിമും റിപ്പോർട്ട് ചെയ്തതാണ്. മരണമാസന്നമായപ്പോൾ അദ്ദേഹം ഒരു വസ്ത്രം എടുത്ത് തന്റെ മുഖത്ത് ഇട്ടുകൊണ്ടിരുന്നു. ബോധം പോയാൽ അത് അദ്ദേഹത്തിന്റെ മുഖത്ത് നിന്ന് അവരെ എടുത്തു നീക്കും. ആ അവസ്ഥയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അള്ളാഹുവിന്റെ ശാപം ജൂത നസ്വാറാക്കളുടെ മേൽ ഉണ്ടാകട്ടെ. അവർ അവരുടെ നബിമാരുടെ ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കി. അവർ ചെയ്തതിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സമുദായത്തെ താക്കീത് ചെയ്യുകയായിരുന്നു. ലഅനതുല്ലാഹി അലൽ യഹൂദി വൻ നസ്വാറ തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ്. സുബ്ഹാനല്ലാഹ്.
അപ്പം ജൂതന്മാരും ക്രിസ്ത്യാനികളും അല്ലെ അവരവരുടെ നബിമാരുടെ ഖബറുകൾ തന്നെ ആരാധനാലയങ്ങളാക്കി മാറ്റി. അപ്പം അത്തരത്തില് ഖബറുകളുടെ മേലെ പള്ളികൾ നിർമ്മിക്കുക അല്ലെ, പള്ളികൾ നിർമ്മിച്ചിട്ടാണല്ലോ അതിനെ ആരാധനാലയങ്ങളാക്കി മാറ്റുന്നത്. അതിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കിയിട്ടുണ്ട്. പിന്നെ അടുത്ത 6ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇതുപോലെ ഖബറുകൾ ആരാധനാലയങ്ങളാക്കി മാറ്റുന്നതിൽ നിന്ന് ഖബറുകളെ ഈദുകളാക്കാവുന്ന ഒരു രീതി. ലാ തജഅലു ഖബ്രി ഈദൻ വസല്ലു അലയ്യ വസല്ലിമു ഫഇൻ സ്വലാത്തകും തബ്ലുഗ്നി ഹൈസുമാ കുന്തും. എന്റെ വീട് നിങ്ങൾ ആഘോഷ സ്ഥാനമാക്കരുത്, നിങ്ങൾ എന്റെ മേൽ സ്വലാത്തും സലാമും ചൊല്ലുക, കാരണം നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളുടെ സ്വലാത്ത് എന്റെ അടുത്ത് എത്തും. റിയാദുസ് സ്വാലിഹീൻ. അപ്പം ഖബറുകൾ ആഘോഷ കേന്ദ്രങ്ങളാക്കുന്നതിനെ കുറിച്ചും അവിടെ വെച്ച് ആഘോഷങ്ങൾ നടത്തുന്നതിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കിയിട്ടുണ്ട്. 7ാമത്തെ പോയിന്റ്, ഖബറുകൾ സന്ദർശിക്കാൻ യാത്ര പുറപ്പെടുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്തിട്ടുണ്ട്, 3 പള്ളികളിലേക്കല്ലാതെ നിങ്ങൾ വാഹനം കെട്ടി പുറപ്പെടരുത്. എന്റെ ഈ പള്ളി, അതായത് മദീന പള്ളി, മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ അഖ്സ എന്നിവയാണ് അവ. ഓക്കെ. അതുഷദ്ദു റിജാലു ഇല്ലാ ഇലാ 3 മസാജിദൽ മസ്ജിദിൽ ഹറാമി വ മസ്ജിദിൽ റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ മസ്ജിദിൽ അഖ്സ. അപ്പം ഈ 3 പള്ളികളല്ലാതെ നിങ്ങൾ എന്താണ് ഖബറുകൾ കാണാൻ വേണ്ടിയിട്ട് വേറെ പള്ളികളിലേക്കൊന്നും പോകരുതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയമം മൂലം വിരോധിച്ചിട്ടുണ്ട്. ഇനി ഖബറിനെ ആരാധനാലയങ്ങളാക്കി മാറ്റുക എന്നുള്ളത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ നിവേദനത്തിൽ നമ്മൾ കണ്ട ഒരു ഹദീസാണ് അല്ലെ. മനുഷ്യന്മാരിൽ ഏറ്റവും മോശപ്പെട്ട ആളുകൾ അന്ത്യദിനമാവുമ്പോൾ ഖബറുകളെ ആരാധനാലയങ്ങളാക്കി മാറ്റുന്നവരാണ്. അഹ്മദ് റിപ്പോർട്ട് ചെയ്ത ഹസനായിട്ടുള്ള ഒരു ഹദീസാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം അത്രയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ ശക്തമായിട്ട് എതിർത്തിട്ടുണ്ട് അല്ലെ. അതേപോലെ ജുന്ദുബ് ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിനകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിന് 5 ദിവസം മുമ്പ് ഇതുപോലെ പറഞ്ഞു എന്ന് പറഞ്ഞു, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയവർ അവരിലെ നബിമാരുടെയും സ്വാലിഹ്യങ്ങളുടെയും ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കിയിരുന്നു. അറിയുക, നിങ്ങൾ ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കരുത്, ഞാൻ നിങ്ങളോട് അത് തടയുന്നു. അപ്പം അത്ര സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കരുത് എന്നുള്ളത്. അപ്പം എന്താണ് ശരിക്കും ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കുക എന്നുള്ളത് മനസ്സിലാക്കണം അല്ലെ. ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിനെ ഈ രീതിയിൽ മനസ്സിലാക്കാം. ഒന്ന്, അതിന്റെ മേലെ അല്ലെ, ഖബറിന് മുകളിലോ അല്ലെങ്കിൽ അതിന് നേരെയോ നിസ്കരിക്കുകയോ സുജൂദ് ചെയ്യുകയോ ചെയ്യലാണ് ഒരർത്ഥം അതിന്റെ. അത് നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട് അല്ലെ. നിങ്ങൾ ആ ഒരു ഹദീസ് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ തന്നെ ഹദീസിനകത്ത് നിങ്ങൾ ഖബറുകളുടെ മേലെ ഇരിക്കുകയോ അതിന് നേരെ നമസ്കരിക്കുകയോ ചെയ്യരുതെന്ന്. അതേപോലെ അബൂ മർസദ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസും നമ്മൾ കണ്ടു, നിങ്ങൾ ഖബറുകൾക്ക് മേലെ ഇരിക്കരുത്, അതിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കുകയും ചെയ്യരുതെന്ന്. ഇനി അതിന്റെ 2ാമത്തെ അർത്ഥം എന്ന് പറയുന്നത് ഖബറിന് മുകളിൽ മസ്ജിദ് പണിയുകയോ മസ്ജിദിൽ ഖബർ സ്ഥാപിക്കുകയോ ചെയ്യുക. ഓക്കെ, അതാണ് ഖബറിനെ ആരാധനാലയങ്ങളാക്കി മാറ്റുക എന്നുള്ളതിന്റെ 2ാമത്തെ അർത്ഥം. അപ്പം ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ ആ ഒരു ഹദീസിനകത്ത് അല്ലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് അബ്സീനിയയിൽ കണ്ടുള്ള ആരാധനാലയങ്ങളെ കുറിച്ച് പറഞ്ഞ ഒരു ഹദീസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറഞ്ഞു, അവർ അവരുടെ കൂട്ടത്തിൽ ഏതെങ്കിലും സ്വാലിഹായ ഒരാൾ മരണപ്പെട്ടാൽ അയാളുടെ ഖബറിന് മീതെ ആരാധനാലയം നിർമ്മിക്കുകയും അവിടെ ചിത്രപ്പണികൾ ചെയ്തു വെക്കുകയും ചെയ്യും. ഖിയാമത്ത് നാളിൽ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും മോശമായ കൂട്ടരാണവർ. അപ്പം ഖബറിന് മേലെ മസ്ജിദുകൾ പണിയുന്നതിനെ ശക്തമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരോധിച്ചിട്ടുണ്ട്. അതേപോലെ മസ്ജിദിനകത്ത് ഖബർ വെക്കുന്നതിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരോധിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എന്താണ് ഫൈനൽ സ്റ്റേറ്റ്മെന്റിൽ, അതായത് ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് വന്ന നിവേദനത്തിൽ നമ്മൾ കണ്ടു അല്ലെ, അള്ളാഹുവിന്റെ ശാപം ജൂത നസാറാക്കളുടെ മേലുണ്ടാക്കട്ടെ, അവർ അവരുടെ നബിമാരുടെ ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കി. ഓക്കെ, അപ്പം ആരാധനാ കേന്ദ്രങ്ങൾക്കകത്ത് അവർ ഖബറുകൾ വെക്കുന്ന ഒരു രീതി, അതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശക്തമായിട്ട് നിരോധിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദിൽ പ്ലേസ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ അതിനെ നിരോധിക്കാനുള്ള കാരണവും ഇത് തന്നെയാണ്. ബാക്കി ഇപ്പോഴത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെയും മസ്ജിദിന്റെയും ആ ഒരു അവസ്ഥയും അതുമായി ബന്ധപ്പെട്ട നിയമങ്ങളും നമുക്ക് അടുത്ത സ്ലൈഡുകളിൽ കാണാം. ഓക്കെ, ഇനി അടുത്തത് 3ാമത്തെ കാര്യം ഖബറിനെ ആലയങ്ങളാക്കി മാറ്റുക എന്ന് പറയുന്നതിന്റെ 3ാമത്തെ കാര്യം ഖബർ അടങ്ങിയ മസ്ജിദിൽ, ഓക്കെ, ഒരു ഖബറുള്ള മസ്ജിദിൽ നമസ്കരിക്കല.
അതും എന്താണ് വിലക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം മസ്ജിദുകൾ വെച്ചിട്ടുള്ള അതായത് ഖബറുകളുടെ മേലെ മസ്ജിദ് പണിയുന്നതിന് തുല്യമാണ് അല്ലെ, ഖബർ അടങ്ങിയ മസ്ജിദിൽ നമസ്കരിക്കുക എന്നുള്ളത്. അപ്പം ആ ഒരു വഴിയിലേക്ക് എത്തുന്നതിന് തന്നെ തടയുന്നത് പോലെയാണ് ഈ ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തടഞ്ഞിട്ടുള്ളത്. അതായത് മ്യൂസിക് ഹറാമാക്കിയപ്പോൾ മ്യൂസിക്കുമായിട്ടുള്ള എല്ലാ ഇൻസ്ട്രുമെന്റ്സിനെയും ഹറാമാക്കിയിട്ടുണ്ട്. അതേപോലെ വ്യഭിചാരം ഹറാമാക്കുമ്പം അതിന്റെ അടുത്തേക്ക് പോലും പോകുന്ന എല്ലാ കാര്യങ്ങളെയും ഹറാമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഖബറുകളുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഖബർ വെച്ചിട്ടുള്ള ഒരു മസ്ജിദിൽ നമസ്കരിക്കല് എന്താവും, കറങ്ങിത്തിരിഞ്ഞ് ഖബറിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കലായി മാറും എന്നുള്ളത് കൊണ്ട് തന്നെ ഖബർ അടങ്ങിയ മസ്ജിദിൽ നമസ്കരിക്കലും എന്താണ് ഹറാമാക്കി മാറ്റിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇനി ഖബറുകളുള്ള മസ്ജിദുകളെ കുറിച്ച് നമുക്ക് എന്താ മനസ്സിലാക്കേണ്ടത് നോക്കാം. ശരിക്കും രണ്ട് രീതിയിലാണ് ഖബറുകളുള്ള മസ്ജിദുകൾ. ഒന്ന്, ഓൾറെഡി അവിടെ ഖബർ ഉണ്ടായിരുന്നു, അതിന്റെ മേലെ ഒരു മസ്ജിദ് ഉണ്ടാക്കി, അല്ലെങ്കിൽ മസ്ജിദ് ഉണ്ടാക്കി അതിനുശേഷം അതിനകത്ത് ഒരു ഖബർ സ്ഥാപിക്കപ്പെട്ടു. ഈ രണ്ട് രീതിയിലാണ് ഇത് സംഭവിക്കാം. ഓക്കെ, രണ്ട് രീതിയിലാണെങ്കിലും അവിടെ വെച്ച് നമസ്കരിക്കുമ്പോൾ രണ്ടും ഏകദേശം ഒരേ ഇഫക്റ്റ് ആണ് അല്ലെ. ഖബറിന് മേലെ പണിത മസ്ജിദ് ആണെങ്കിലും മസ്ജിദിന്റെ നിർമ്മാണത്തിന് ശേഷം അതിനകത്ത് ഖബർ സ്ഥാപിക്കപ്പെട്ടതാണെങ്കിലും രണ്ട് രീതിയിലാണെങ്കിലും അവിടെയുള്ള നമസ്കാരങ്ങൾ എന്താണ്, ഹറാം തന്നെയാണ്. അതായത് ഖബർ ഉണ്ടെന്ന് ചിന്തിക്ക പോലും ചെയ്യാതെ നമ്മൾ അവിടെ നിന്ന് നമസ്കരിക്കുകയാണെങ്കിൽ ആ നമസ്കാരം എന്താണ്, വെറുക്കപ്പെട്ട നമസ്കാരമാണ്. ഇനി ഖബർ ഉണ്ടെന്ന് നെയ്യത്ത് മനസ്സിൽ ഉദ്ദേശിച്ച് തന്നെ അവിടെ നമസ്കരിക്കുകയാണെങ്കിൽ ആ നമസ്കാരം ഹറാമുമാണ്. അപ്പൊ രണ്ട് രീതി പറഞ്ഞാണെങ്കിലും ഖബറിന്റെ മേലെ പണിത മസ്ജിദ് ആണെങ്കിലും മസ്ജിദിനകത്ത് വെച്ച ഖബർ ആണെങ്കിലും അവിടെ നമസ്കരിക്കൽ ഹറാമാണ്. അപ്പം അതിനെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഖബറിന് മുകളിൽ പണിഞ്ഞ മസ്ജിദ് ആണെങ്കിൽ അവിടുത്തെ മസ്ജിദ് പൊളിച്ചു കളയണം. ഓക്കെ, ഓൾറെഡി അവിടെ ഒരു ഖബർ ഉണ്ട്, ആ ഖബറിന് മേലെ ഒരു മസ്ജിദ് പണിതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മസ്ജിദ് പൊളിച്ചു കളയണം. എന്നിട്ട് അതിന്റെ ഒറിജിനലി അത് ഖബറായിരുന്നല്ലോ, അങ്ങനെ ഖബറായിട്ട് തന്നെ അതിനെ മെയിൻറ്റെയിൻ ചെയ്യണം. ഇനി മസ്ജിദിനകത്ത് ഖബർ വെച്ചതാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ആ ഖബർ റിമൂവ് ചെയ്തിട്ട് മസ്ജിദായിട്ട് വിട്ടേക്കണം. ഈ രണ്ട് രീതിയിലും ഖബറിനകത്ത് മസ്ജിദിനകത്ത് അല്ല, ഖബറിന്റെ മേലെ മസ്ജിദും മസ്ജിദിനകത്ത് ഖബറും രണ്ടും അതേപോലെ കണ്ടിന്യൂ ചെയ്യാൻ പാടില്ല. എന്താണോ ഒറിജിനലി ഉണ്ടായിരുന്നത്, ആദ്യം ഖബറാണുള്ളെങ്കിൽ മസ്ജിദ് പൊളിച്ചു കളയുക, ആദ്യം മസ്ജിദാണുള്ളെങ്കിൽ ഖബർ അവിടുന്ന് റിമൂവ് ചെയ്ത് കളയുക. ആ രീതിയിൽ വേണം അതിനെ മാറ്റാൻ വേണ്ടിയിട്ട്. സുബ്ഹാനല്ലാഹ്. ഇനി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദ് നബവിയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഇന്നത്തെ അവസ്ഥയിൽ ഉണ്ട്. ഈ ഒരു കാര്യം ഒരിക്കലും നമുക്ക് പള്ളികളിൽ ഖബർ വെക്കുന്നതിനെയോ അല്ലെങ്കിൽ ഖബറിന് മേലെ പള്ളി പണിയുന്നതിനെയോ ന്യായീകരണമായിട്ട് എടുക്കാൻ പാടില്ല. എന്തുകൊണ്ടെന്നുള്ളത് അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണത്തിന് മുമ്പ് തന്റെ ഖബർ മസ്ജിദിൽ പ്ലേസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കളും മസ്ജിദിനകത്ത് പ്ലേസ് ചെയ്തിട്ടില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ. സഹാബാക്കൾ വളരെ ബുദ്ധിപൂർവ്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ ഈവൻ ബഖയിൽ പോലും മറമാടുന്നതിൽ നിന്ന് മാറി നിന്നിട്ടുണ്ട്. കാരണം പിന്നീട് ആളുകൾ അതുമായിട്ട് അറ്റാച്ച്ഡ് ആയി പോകുന്നുള്ള ഭയം കാരണം. പക്ഷെ എങ്ങനെയാണ് ആ ഒരു സംഭവം നടന്നതെന്ന് വെച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന് ശേഷം സഹാബികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ. എവിടെ മറവ് ചെയ്യണം എന്നുള്ള, പള്ളിയിൽ മറവ് ചെയ്യണം എന്നുള്ള ഒരു അഭിപ്രായം വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇല്ല, പിന്നീട് ആളുകൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു വിഗ്രഹമാക്കി ആരാധിക്കുന്നതിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാന്ന് പറയും. പിന്നീട് ബക്കയിൽ നമുക്കറിയാലോ, മസ്ജിദ് നബവിയുടെ പുറത്തുള്ള ഖബർസ്ഥാൻ, അവിടെ മറവാടണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിനും അബൂബക്കർ റളിയല്ലാഹു അൻഹു കൊടുത്ത റിപ്ലൈ ഇതന്നെയാണ്. ആളുകൾ അദ്ദേഹത്തിന്റെ അടുത്ത് അള്ളാഹ്ക്ക് കൊടുക്കുന്ന ഹക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കൊടുക്കാൻ സാധ്യതയുണ്ട്, അപ്പം അത് വേണ്ട. അള്ളാഹിന്റെ അവകാശങ്ങൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ആളുകൾ പിന്നീട് റൂട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് അത് വേണ്ട. അപ്പം എന്താണ് താങ്കളുടെ അഭിപ്രായം ചോദിച്ചപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ കേട്ടിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട്, അള്ളാഹു ഒരു പ്രവാചകന്റെ ആത്മാവിനെ പിടികൂടുക എവിടെയാണോ മറവ് ചെയ്യാൻ ഇഷ്ടപ്പെടുക അവിടെ തന്നെയാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിരിപ്പ് എവിടെയാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കിടന്നത്, ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീടിന്റെ ഉള്ളിൽ അവിടെ തന്നെ ഖബർ മറമാടുകയാണ് ചെയ്തത്. ഓക്കെ,
ഷറദുല്ലാൻഹയുടെ വീട് പള്ളിയുമായിട്ട് ഒരു മതിലിന്റെ വ്യത്യാസം ഉണ്ടായിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അതുവഴി പള്ളിയിലേക്ക് പ്രവേശിക്കാൻ ഒരു ഡോർ ഉണ്ടായിരുന്നു. ആക്ച്വലി ഷറദുല്ലാൻഹയുടെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡോർ ഉണ്ടായിരുന്നു. പക്ഷേ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മയ്യത്ത് അവിടെ മറമാടിയതിനു ശേഷം ആ ഡോറും സീൽ ചെയ്ത് കളഞ്ഞു. ഒരിക്കലും എന്താണ് പള്ളിയും ഈ ഖബറുമായിട്ടൊരു ബന്ധം വേണ്ട എന്നുള്ള രീതിയിൽ ആ ഡോറും സീൽ ചെയ്ത് കളഞ്ഞു. ഓക്കെ, അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഒരിക്കലും പള്ളിയിൽ കൂടെ പ്രവേശിക്കാൻ പറ്റില്ല, പുറത്തു കൂടെ വേണം പ്രവേശിക്കാൻ. ആ രീതിയിലാണ് അവർ അതിനെ മെയിൻറ്റെയിൻ ചെയ്തത്. പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലം കഴിഞ്ഞ് അല്ല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലം കഴിഞ്ഞ് ഉമർ റളിയല്ലാഹു അൻഹും ഉസ്മാൻ റളിയല്ലാഹു അൻഹും ഒക്കെ അവരൊക്കെ വളരെ ശ്രദ്ധാപൂർവം ഈ കാര്യം ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീടും മസ്ജിദുമായിട്ട് ഒരു തരത്തിലുള്ള ബന്ധം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്, അതായത് പള്ളീനെ വികസിപ്പിക്കുമ്പോൾ പോലും ഈ സൈഡിലേക്ക് വികസിപ്പിക്കാതെ അവര് നോക്കി. സുബ്ഹാനല്ലാഹ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ ആയിഷ റളിയല്ലാഹു അൻഹയുടെയും മറ്റു ഭാര്യമാരുടെയും വീടിന്റെ സൈഡിലേക്ക് പള്ളീനെ വികസിപ്പിച്ചിരുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ പള്ളിക്ക് അകത്തായി പോവും എന്നുള്ള ഭയം കാരണം അവര് വികസിപ്പിക്കുമ്പോൾ പോലും ആ സൈഡിലേക്ക് വികസിപ്പിക്കാതെ ശ്രദ്ധിച്ചു മസ്ജിദ് നബീനെ. പക്ഷേ ഈ ഖുലഫാ റാഷിദീങ്ങളുടെ കാലത്തിന് ശേഷം മദീനയിലുള്ള പല സഹാബാക്കളുടെയും മരണത്തിന് ശേഷം ഖലീഫയായിരുന്ന അൽ വലീദ് ഇബ്നു അബ്ദുൽ മാലിക് ഏകദേശം ഹിജ്റ 88-ാമത്തെ വർഷം അദ്ദേഹമാണ് ഈ ഡയറക്ഷനിലേക്ക് മസ്ജിദിനെ ആദ്യമായിട്ട് വികസിപ്പിച്ചെടുത്തത്. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീടും കൂടെ മസ്ജിദുൻ നബവിയിലേക്ക് കൂട്ടിച്ചേർക്കുന്ന രീതിയിൽ അദ്ദേഹം വികസിപ്പിച്ചു. ഓക്കെ, മറ്റു ഭാര്യമാരുടെ വീടുകളൊക്കെ തകർത്ത് കളയുകയും ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീടും കൂടെ മസ്ജിദുൻ നബവിയുടെ ഉള്ളിലേക്ക് എടുക്കുന്ന രീതിയിൽ അദ്ദേഹമാണ് ഇതിനെ വികസിപ്പിച്ചത്. അതിന്റെ പിന്നിലുള്ള ആ ഒരു ചരിത്രം എങ്ങനെയാന്ന് വെച്ചാൽ നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന് മുമ്പേ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിലെ മസ്ജിദ് നബവി ഉണ്ട്. പ്ലസ് അത് ഖബറിന്റെ മേലെ പണിതതും അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പള്ളിക്കകത്ത് മറമാടിയതും അല്ല, രണ്ടും സെപ്പറേറ്റ് തന്നെ ആയിരുന്നു. അപ്പം ഈ വലീദ് ഇബ്നു അബ്ദുൽ മാലിക്കിന്റെ സമയത്ത് അദ്ദേഹം ഖലീഫയായിരുന്ന സമയത്ത് ഈ ഒരു ഡെവലപ്മെന്റിന് വേണ്ടി ഉദ്ദേശിച്ചപ്പം ആ സമയത്തെ മദീനയിലെ ഗവർണർ ആയിരുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് അദ്ദേഹത്തിന് ഒരു എഴുത്തുണ്ടായി. ഇതുപോലെ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുടെ ഭാഗം ആ ഒരു ഭാഗം കൂടെ പള്ളിയിലേക്ക് യോജിപ്പിക്കുകയാണെന്ന് പറഞ്ഞിട്ട്. അപ്പം ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ആ സമയത്ത് ഫുഖഹാക്കളെയൊക്കെ ഫിഖ്ഹി പണ്ഡിതന്മാരെയൊക്കെ ചേർത്ത് വെച്ചിട്ട് ഈ ഒരു ലെറ്റർ വായിച്ചു കൊടുത്തു. അപ്പൊ അവർക്കെല്ലാം വേണ്ട അത് ചെയ്യേണ്ട, അത് വെറുതെ വിട്ടേക്ക്, അതാ നല്ലത് എന്ന് തോന്നി. അപ്പം സഈദ് ഇബ്നു അൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഈ ഒരു കാര്യത്തിനെ അദ്ദേഹം ഈ കാര്യത്തിനെ കംപ്ലീറ്റ് തള്ളി പറഞ്ഞു. വേണ്ട, ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട് പള്ളിയിലേക്ക് ചേർക്കണ്ട, കാരണം അത് പിന്നീട് ഖബർ ആരാധനയായിട്ട് മാറും എന്നുള്ള രീതിയിൽ. അപ്പം ഈ രീതിയിൽ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഈ ലെറ്റർ എഴുതുകയും ചെയ്തു. ആർക്ക്? ഈ ഖലീഫയ്ക്ക്, അൽ വലീദിന്. പക്ഷെ അദ്ദേഹം തിരിച്ച് പറഞ്ഞത് ഞാൻ എന്താണോ കൽപ്പിച്ചത് അത് ചെയ്താൽ മതി. അപ്പം അദ്ദേഹം ഖലീഫയാണ്, ഉമർ ഇബ്നു അബ്ദുൽ അസീസിന് വേറെ വഴിയൊന്നുമില്ല. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ പള്ളിക്കകത്തേക്ക് ചേരുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പം ഇതിനെ തെളിവാക്കി എടുത്തിട്ട് പള്ളിനകത്ത് ഖബർ വെക്കാനും ഖബറിന് മേലെ പള്ളി ബിൽഡ് ചെയ്യാനും ആരും എടുക്കാൻ യാതൊരു നിർവാഹവും ഇല്ല. കാരണം അത്രയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആയിഷ റളിയല്ലാഹു അൻഹയും സഹാബാക്കളും ഖുലഫാ റാഷിദീങ്ങളും ഒക്കെ ആ കാര്യത്തിൽ അത്രയും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഈ ഒരു പ്രശ്നം വന്നപ്പോൾ പോലും ആ സമയത്ത് ഗവർണറായിരുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസും അപ്പോഴത്തെ ഫുഖഹാക്കളും അതിനു വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു ഖലീഫയുടെ തീരുമാനമായിരുന്നു ഇങ്ങനെ ഡെവലപ്പ് ചെയ്യാന്നുള്ളത്. ഇനി അങ്ങനെ ഇൻക്ലൂഡ് ചെയ്തപ്പോഴും ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട് പള്ളിക്കകത്ത് ഇൻക്ലൂഡ് ചെയ്തപ്പോഴും ഒരു വലിയ റൗണ്ട് ഷേപ്പിലുള്ള ഒരു വാള് നല്ല ഹൈറ്റില് അത് പണിത്, അതായത് മസ്ജിദിന്റെ അകത്ത് നിന്നുകൊണ്ട് ആർക്കും ഖബർ കാണാൻ പറ്റാത്ത രീതിയിൽ അതിനെ വലിയൊരു വാളാക്കിയിട്ട് പണിതിട്ടുണ്ടായിരുന്നു. അതിനുശേഷം രണ്ട് സൈഡിൽ നിന്നും ഒരു ആംഗിൾ, അതായത് ട്രയാങ്കിൾ ഷേപ്പിൽ വേറെ 2 വാളുകളും കൂടെ പണിതിട്ടുണ്ടായിരുന്നു. അതായത് ഏതെങ്കിലും രീതിയിൽ ആളുകൾ മസ്ജിദിലേക്ക്, അതായത് ഖബറിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്നതിനെ തടയാൻ വേണ്ടിയിട്ട് പിന്നീട് വീണ്ടും 2 വാളുകളും കൂടെ പണിതു. അതിനുശേഷം അതിന്റെ മേലെ പച്ച കുബ്ബ പണിതു. ഇതുപോലെയുള്ള എല്ലാ രീതിയിലും ഒരു തരത്തിലും ആളുകളും ഖബറിലേക്ക് തിരിഞ്ഞ് അല്ലെങ്കിൽ ഖബറിനോട് ദുആ ചെയ്യുന്നതിനെ തടയാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ. പിന്നീട് ആ ഒരു പിച്ചളയുടെ ഒരു കേജ് പോലെ അത് പണിതു. പിന്നെ മതിലുകളിൽ പച്ച തുണി വെച്ച് ഡ്രൈപ്പ് ചെയ്തു. അങ്ങനെയുള്ള എല്ലാ രീതിയിലും തടസ്സങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ പോലും സുബ്ഹാനല്ലാഹ് പള്ളിക്കകത്ത് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
ഖബർ ഉള്ളത് അല്ലെ. അപ്പം എന്താണ് ഓരോ ഭരണാധികാരികളും അവരെ കൊണ്ട് കഴിയുന്നതിന്റെ ബെസ്റ്റ് ഈ ഒരു തെറ്റിലേക്ക് ആളുകൾ എത്താതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, നമുക്ക് ആദ്യം ഒരു നിയമം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ഖബറുള്ള പള്ളികളിൽ നമസ്കരിക്കാൻ പാടില്ല. അങ്ങനെ വരുമ്പം എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദുൻ നബവിയിൽ നമസ്കാരം അനുവദനീയമാകുന്നത് എന്നുള്ള ഒരു ചോദ്യമുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ ഒരു നിയമം, ഖബറുള്ള പള്ളികൾ നമസ്കരിക്കാൻ പാടില്ല എന്നുള്ള നിയമം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദ് ഒഴികെ, മസ്ജിദുൻ നബവി ഒഴികെ ബാക്കി എല്ലാ സ്ഥലത്തും ബാധകമാണ്. അതിന്റെ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ നമസ്കരിക്കുന്നതിന് പറഞ്ഞിട്ടുള്ള സ്പെഷ്യൽ പ്രതിഫലം അല്ലെ. സുബ്ഹാനല്ലാഹ്. അതിന്റെ ഹദീസുകൾ നമുക്കറിയാം, നമുക്കത് കാണാം. ആ ഒരു സ്പെഷ്യൽ പ്രതിഫലം പ്ലസ് 3 പള്ളികളിലേക്ക് മാത്രം നിങ്ങൾ യാത്ര ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. മസ്ജിദുൽ ഹറം, മസ്ജിദുൽ അഖ്സ, മസ്ജിദുൻ നബവി. ഈ ഹദീസുകൾ ഒക്കെ വെച്ചിട്ടാണ് അവിടെ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ നമസ്കാരം അനുവദനീയമാകുന്നത്. നമുക്കറിയാം, സലാത്തുൻ ഫി മസ്ജിദി ഹാദാ ഖൈറും മിൻ അൽഫി സലാത്തിൻ ഫീമാ സവാഉ ഇല്ലാ മസ്ജിദുൽ ഹറാം അല്ലെ. എന്റെ പള്ളിയിൽ വെച്ചുള്ള നമസ്കാരം ഇതര പള്ളികളിൽ വെച്ചുള്ള നമസ്കാരത്തേക്കാൾ 1000 മടങ്ങ് ശ്രേഷ്ഠകരമാണ്, അത് മസ്ജിദുൽ ഹറാം ഒഴികെ. കാരണം നമുക്കറിയാം മസ്ജിദുൽ ഹറാം 1,00,000 മടങ്ങാണ്. അതേപോലെ വേറൊരു റിപ്പോർട്ട്, രണ്ടും സഹീഹ് ബുഖാരിയിലുള്ള റിപ്പോർട്ടാണ്. മാ ബൈന ബൈതി വ മിൻബരി റൗദത്തും മിൻ റിയാദിൽ ജന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ ഭവനത്തിന്റെയും എന്റെ മിമ്പറിന്റെയും ഇടയ്ക്കുള്ള സ്ഥലം സ്വർഗത്തിന്റെ പൂങ്കാവനങ്ങളിൽപ്പെട്ട ഒരു ഇടമാണ്. അപ്പം ഈ 2 കാര്യം സുബ്ഹാനല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്പെഷ്യൽ വെർച്യു ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ് അല്ലെ. മൂന്ന് ഹദീസുകൾ നമ്മൾ കണ്ടു. മസ്ജിദുകളിലേക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന 3 മസ്ജിദുകളിലാണ്. അവിടെയുള്ള മസ്ജിദുൻ നബവിയിലുള്ള പ്രതിഫലം, പിന്നെ റൗളയുടെ കാര്യം അല്ലെ. ഈ 3 കാര്യങ്ങൾ അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്പെഷ്യൽ ആയിട്ട് എടുത്ത് പറഞ്ഞത് കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ നമസ്കാരം ഹറാമാക്കുമ്പോൾ ഇത് കോൺട്രഡിക്ഷൻ ആവും അല്ലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം എന്താവും? കോൺട്രഡിക്റ്റഡ് ആവും. അപ്പം ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദ് മറ്റെല്ലാ മസ്ജിദും പോലെ ആവും. അങ്ങനെ നമ്മളെ ദീനില് സുബ്ഹാനല്ലാഹ് കോൺട്രഡിക്ഷൻസ് ഇല്ല അല്ലെ. ഇപ്പൊ 2 ഹദീസ് പോലും നമുക്ക് കാണുമ്പോൾ കോൺട്രഡിക്ടറി ആണെന്ന് തോന്നുന്നുണ്ടെങ്കിലും ഹദീസ് പണ്ഡിതന്മാർക്ക് അതിനെ രണ്ടിനെയും കൂടെ ടാലി ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഈ 3 ഹദീസുകൾ കാരണം ഖബറുകളുള്ള പള്ളികളിൽ നമസ്കരിക്കാൻ പാടില്ല എന്നുള്ള നിയമം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിക്ക് ബാധകമല്ല, മസ്ജിദുൻ നബവിക്ക് ബാധകമല്ല. ഓക്കെ, അതിന് ഒരു ഖിയാസ് പോലെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, നമുക്കറിയാം നമസ്കാരം ഹറാമായിട്ടുള്ള ചില സമയങ്ങളുണ്ട് അല്ലെ. ഫജ്ർ നമസ്കാരത്തിന് ശേഷം സൂര്യോദയം വരെ, മഗ്രിബ് നമസ്കാരം, അസ്ർ നമസ്കാരത്തിന് ശേഷം സൂര്യാസ്തമയം വരെയൊക്കെ നമസ്കാരം ഹറാമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ ആ സമയങ്ങളിൽ പോലും ചില പ്രത്യേക ഉദ്ദേശങ്ങളോട് കൂടിയുള്ള നമസ്കാരം, അതായത് ജനാസ നമസ്കാരം, അതുപോലെ ആ സമയത്ത് തന്നെ നമസ്കരിക്കേണ്ടി, ചിലപ്പോൾ ഒരു തൗബ നമസ്കാരം ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് പോലും അത് അലൗഡ് ആണ്. ഇത് ഈ സമയങ്ങളിൽ നമസ്കാരം ഹറാമാണെങ്കിൽ പോലും ഇതുപോലെയുള്ള നമസ്കാരങ്ങൾ അലൗഡ് ആണ്. അതേപോലെ ഖബറുകളുള്ള പള്ളിയിൽ നമസ്കാരങ്ങൾ ഹറാമാണെങ്കിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ വെച്ച മസ്ജിദുൻ നബവിയിൽ നമസ്കാരം എന്താണ്? അലൗഡ് ആണ്. അപ്പം ഈ നിയമം തന്നെ വെച്ചുകൊണ്ട് എന്തെങ്കിലും സുബ്ഹാനല്ലാഹ്, അല്ലാഹു കാക്കട്ടെ, ആരെങ്കിലും മസ്ജിദുൽ ഹറാമിലോ, അതായത് മക്കയിലെ മസ്ജിദുൽ ഹറാമിലോ മസ്ജിദുൽ അഖ്സയിലോ ഏതെങ്കിലും ഖബർ സ്ഥാപിക്കുകയാണെങ്കിൽ പോലും അവിടെയുള്ള സ്പെഷ്യൽ വെർച്യു, സ്പെഷ്യൽ പ്രതിഫലം ഉള്ളത് കൊണ്ട്, ആ ഒരു ഹദീസ് നിലനിൽക്കുന്നത് കൊണ്ട് അവിടങ്ങളിലും നമസ്കാരം അനുവദനീയമായിരിക്കും. വേറെ ഒരു പള്ളിയിലും, ഖബറുള്ള ഒരു പള്ളിയിലും നമസ്കാരം അനുവദനീയമല്ല. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്. അപ്പം ആ ഒരു ടോപ്പിക് അങ്ങനെ കൺക്ലൂഡ് ആവുകയാണ്. ഇത് ഒറ്റയടിക്കൊന്നും കേട്ടാൽ മനസ്സിലാവുന്ന കാര്യങ്ങളൊന്നും അല്ല. എല്ലാവരും വീണ്ടും വീണ്ടും ഒക്കെ കേട്ട് നോക്കുക. പറ്റുന്ന അത്രയും ആളുകളിലേക്ക് ഈ അറിവുകളൊക്കെ എത്തിച്ചു കൊടുക്കുക, ദുആ ചെയ്യുക. ഹിക്മത്തോടു കൂടി പറയാനും അവർക്ക് ഉൾക്കൊള്ളാനും വേണ്ടിയിട്ടുള്ള തൗഫീക്കിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മളെ ഉത്തരവാദിത്തം എന്തായാലും നമ്മൾ നിറവേറ്റുക. അത് ഇബാദത്തായിട്ട് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുക. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇപ്പം ഇവിടെ ഇൻഷാ അല്ലാഹ് നമ്മുടെ അഖീദ കോഴ്സ് നിർത്തുകയാണ്. എനിക്ക് അറിയാം ഒരുപാട് കാര്യങ്ങൾ ഞാനും നിങ്ങളും ജീവിതത്തിൽ വളരെയധികം അത്യാവശ്യമായിട്ട് മനസ്സിലാക്കേണ്ടിയിരുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. പലതും നമ്മൾ ചെയ്ത കാര്യങ്ങൾ ശരിയാണെന്ന് തോന്നിച്ചതും പലതും നമ്മൾ ചെയ്തിരുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് തോന്നിച്ച കാര്യങ്ങളും ഉണ്ടാവും അല്ലെ. അൽഹംദുലില്ലാഹ്, നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടാവും. പക്ഷെ അതിനേക്കാളും കൂടുതൽ ഈ ഒരു കോഴ്സ് കഴിഞ്ഞ് പോകുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ആ ഒരു ഫീലിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരവാദിത്വ ബോധമാണ്. അത് ഞാൻ എല്ലാവരും ഓർപ്പിക്കുകയാണ്.
ഇൻഷാ അള്ളാ എന്തെങ്കിലും വേറൊരു അഖീദ കോഴ്സ് തുടങ്ങുന്നത് വരെയെങ്കിലും ഈ കാര്യത്തിൽ, ഈ കോഴ്സിൽ നിങ്ങൾ പഠിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങളെ കൊണ്ട് പറ്റുന്നത് പോലെ എല്ലാവരിലേക്കും എത്തിക്കാൻ ശ്രമിക്കണം. കാരണം നമ്മളിപ്പോൾ ഓരോ പല സിറ്റുവേഷനിലും നമ്മൾ കണ്ടതാണ് അല്ലെ, സമയത്ത് തടയേണ്ട കാര്യങ്ങൾ തടയാത്തതിന്റെ പേരിൽ ഓരോ സമൂഹങ്ങൾ മാറി മാറി വരുമ്പോഴും തൗഹീദ് എങ്ങനെയാണ് ശിർക്കുകളിലേക്ക് പോയതെന്ന് സുബ്ഹാനല്ലാഹ് ഇനി വരുന്ന തലമുറകൾ, നമ്മുടെ മക്കളും പേരക്കുട്ടികൾ അല്ലെ, അവരുടെ വരുന്ന തലമുറകൾ, അവരിലേക്ക് വരുന്ന ശിർക്കിനെ തടയേണ്ടതിന്റെ ഉത്തരവാദിത്വം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇൽമ എത്തിച്ച നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. ദുആ ചെയ്യുക, എല്ലാവരും ദുആ ചെയ്യുക അള്ളാഹുവിന്റെ അടുത്ത്, എങ്ങനെ ഇത് എനിക്ക് എത്തിക്കാൻ പറ്റുമോ റബ്ബേ, അതുപോലെ എത്തിക്കാനുള്ള തൗഫീഖ് നീ, അതുപോലെ എത്തിക്കാനുള്ള എളുപ്പം നീ ഞങ്ങൾക്ക് താ. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാനുള്ളത്, നമ്മൾ വേറൊരു കാര്യം പറയുന്നത് പോലെയല്ല, ഭയങ്കര പ്രയാസമാണ് അഖീദ എന്ന് പറയുന്ന വിഷയം ആളുകളിലേക്ക് എത്തിക്കാൻ. ഭയങ്കര പ്രയാസമാണ്, പല രീതിയിലുള്ള തടസ്സങ്ങളും വരും. ഇബ്ലീസ് സമ്മതിക്കൂല. കാരണം ഈ അറിവുകൾ എപ്പോഴും അള്ളാഹുലേക്ക് നമ്മളെ കൂടുതൽ 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 വലിച്ചടുപ്പിക്കുകയുള്ളൂ, അള്ളാഹുവിന്റെ കലാമിനോടുള്ള ഇഷ്ടം കൂട്ടുകയുള്ളൂ. ഓക്കെ, അപ്പം നല്ല പ്രയാസം ഉണ്ടാവും. ആ പ്രയാസമാണ് നമ്മളുടെ പ്രതിഫലം. ഓക്കെ, ആ പ്രയാസമാണ് സുബ്ഹാനല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത് നമ്മളെ പ്രിയപ്പെട്ടതാക്കുന്നത്. അപ്പം എല്ലാവരും മനസ്സുകൊണ്ട് നിയ്യത്ത് ചെയ്യുക, തീരുമാനം എടുക്കുക, റബ്ബിന്റെ അടുത്ത് ദുആ ചെയ്യുക. ഈ ക്ലാസ്സുകൾ, ഇതിപ്പം ഞാനെടുത്ത ക്ലാസ് എന്നല്ല ഞാൻ പറയുന്നത്, അഖീദ ക്ലാസ്സുകൾ, ശരിയായ രീതിയിൽ അഖീദ മനസ്സിലാക്കാൻ പറ്റുന്ന ക്ലാസ്സുകൾ നിങ്ങളും പഠിക്കുക, മറ്റുള്ളവരിലേക്ക് പരമാവധി എത്തിച്ചുകൊണ്ടിരിക്കുക. സുബ്ഹാനല്ലാഹ്, അപ്പോൾ നമ്മളെ നൂറുസുദ്രിയിലൊക്കെ മാഷാഅല്ലാഹ് നിങ്ങൾ ഒരുപാട് പ്രവർത്തിക്കുന്നത് കൊണ്ട് പല ആളുകളിലേക്കും ഖുർആൻ നമ്മൾ എത്തിക്കുന്നുണ്ട്. അതേപോലെ അതിനേക്കാൾ ഒരു പടി മേലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, കാരണം പലരുടെയും അടിത്തറ ഇളകിയിരിക്കുക, എല്ലാം നമ്മളുടെയൊക്കെ പോലും സുബ്ഹാനല്ലാഹ് വിശ്വാസത്തിന്റെ ആ ഒരു കുറവാണ് നമ്മുടെ അമലുകളിൽ പോലും പല പ്രശ്നങ്ങളും നമുക്ക് കാണുന്നത് അല്ലേ. അപ്പം വിശ്വാസം ഉറപ്പിക്കാൻ വേണ്ടി നമ്മൾ എല്ലാവരെയും സഹായിച്ചേ മതിയാവും. എല്ലാവരും ഇവിടെ ഈ ഒരു ക്ലാസ്സിൽ നിന്ന് ഇറങ്ങുന്നതോടുകൂടി പ്രതിജ്ഞ ചെയ്യുക, ദുആ ചെയ്യുക, മാക്സിമം ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. തടസ്സങ്ങൾ വരും, അള്ളാഹുവിന്റെ സഹായം എന്തായാലും ഉണ്ടാവും. നമ്മളും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി നിന്ന് സഹായിക്കും ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമ്മളിൽ നിന്ന് ഇതെല്ലാം സ്വീകരിക്കട്ടെ. ആമീൻ. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم إني أعوذ بك أن أشرك بك وأنا أعلم واستغفرك لما لا أعلم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. الحمد لله حمدا كثيرا طيبا مباركا فيه.